സഭയുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തിരീയ ശുശ്രൂഷ പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് കർമ്മല സഭയിൽ ഉരുണ്ടുകൂടിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വർഗം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ഈ ശുശ്രൂഷകൾ മുഴുവൻ പരിശുദ്ധ അമ്മയോടും തിരുസഭയോടും സഭയുടെ കൂട്ടായ്മയോടും ചേർന്ന് സഭയുടെ പ്രബോധനത്തോട് ചേർന്നാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ എല്ലാവരും ചേരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ സമയത്ത് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ ആരാധിക്കാൻ പോവുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആരാധന. സൃഷ്ടികളുടെ മകുടമായ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പിതാപുത്ര പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവര് യേശുവേ എന്ന് വിളിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാൻ പറ്റുന്നവര് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. ആബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നവര് ആബാ പിതാവേ എന്ന് വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും സന്യാസ ഭവനങ്ങളുടെ മേലും ഈ കാലഘട്ടത്തിൽ സഭയുടെ നേതൃത്വത്തിന്റെ മേലും വ്യാപരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അപ്പസ്തോല പ്രവർത്തനം 1:8 അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, വേദപാരംഗത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സഭാപിതാക്കന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഈ 21-ാം നൂറ്റാണ്ടിൽ തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. സർവ്വയർത്തി സ്തുതിക്കട്ടെ. കരങ്ങളടിച്ച് ആടിപ്പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് പാടാം. ശക്തിയോടെ കരമടിച്ച് അഭിഷേകത്തോടെ ശക്തിയോടെ പാടാം. ദൈവപിതാവിന്റെ സമ്മാനമേ, സ്വർഗീയ താതന്റെ വാഗ്ദാനമേ. ദൈവപിതാവിന്റെ സമ്മാനമേ, സ്വർഗപിതാവിന്റെ വാഗ്ദാനമേ. തിരുസഭ തന്നിൽ ഉണർവേകാം പരിശുദ്ധാത്മാവേ, തിരുസഭ തന്നിൽ ഉണർവേകാം അണയു പരിശുദ്ധാത്മാവേ. കാറ്റായി കൃപമഴയായി റൂഹാ ആഗതനാകുന്നു. ഈ കാറ്റായി കൃപമഴയായി റൂഹാ ആഗതനാകുന്നു. നിത്യസഹായകനാത്മാവേ, ത്തിൽ വാസം ചെയ്യണമേ. നിത്യസഹായകനാത്മാവേ, ത്തിൽ വാസം ശക്തിയോടെ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. സ്വർഗപിതാവിന്റെ സമ്മാനമേ, ദൈവകുമാരന്റെ വാഗ്ദാനമേ. സ്വർഗപിതാവിന്റെ സമ്മാനമേ, ദൈവപിതാവിന്റെ വാഗ്ദാനമേ. തിരുസഭ തന്നിൽ ഉണർവേകാം പരിശുദ്ധാത്മാവേ, തിരുസഭ തന്നിൽ ഉണർവേകാം പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ നിറയണമേ. സഭാ നേതൃത്വത്തിന്റെ മേൽ, വൈദികളുടെ മേൽ, സമർപ്പിത ജീവിതങ്ങളുടെ മേൽ, യുവതി യുവാക്കന്മാരുടെ മേൽ, ബാലിക ബാലന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സഭാവിരോധികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന. വചന കവാടങ്ങൾ തുറക്കണമേ. എഫെസസ് 6:19 തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മേ, പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മണിക്കൂറുകളിൽ
അമ്മയുടെ വലിയ സാന്നിധ്യവും മാധ്യസ്ഥതയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകണം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, വ്യാജ പ്രബോധകരെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് തരാൻ പോകുന്നത്. ഒരു വചനം നമ്മൾ ധ്യാനിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോവുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണാൻ പോവുക. വിശുദ്ധനായ പൗലോസ്ലീഹ സഭയെ നയിച്ചു കിടന്ന കാലഘട്ടത്തിൽ സഭയെ തകർക്കാൻ വരുന്ന, സഭയ്ക്കെതിരായി വരുന്ന വ്യാജ പ്രബോധനത്തിനെതിരെ, സഭാ നേതൃത്വത്തിലേക്ക് പിശാചിൻ്റെ ശക്തികൾ കടന്നു വരുന്നതിനെതിരെ അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28 മുതൽ 31 വരെ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, ആ സ്ക്രീനിലേക്ക് നോക്കുക. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. അടുത്ത വാക്യം നമുക്ക് കേൾക്കാം. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്ന് എനിക്കറിയാം. അടുത്ത വാക്യം കൂടെ നമ്മൾ കേൾക്കാൻ പോവാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരും ഉപദേശിക്കലെന്ന് ഞാൻ വിരമിച്ചിട്ടില്ലെന്ന് അനുസ്മരിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയെ പറ്റിയുള്ള, സഭയിലേക്ക് കടന്നു വന്ന വ്യാജ പ്രബോധകരെ പറ്റിയാണ് നമ്മൾ ഈ രാത്രി ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ ചിന്ത എനിക്ക് തന്നപ്പോൾ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരള സഭയെ, ആഗോള സഭയെ തകർക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, പിശാച് എപ്പോഴും അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുക. അപ്പോൾ ദൈവമക്കളെയും സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നവരെയും, പ്രത്യേകിച്ച് പിശാചിൻ്റെ പിടിയിൽ കിടക്കുന്ന മദ്യപാനികളെയും വ്യഭിചാരികളെയും പിശാചിന് നോട്ടമില്ല. എന്നാൽ പ്രാർത്ഥനയും ആത്മീയതയുമുള്ള വ്യക്തികളെ കപട പ്രബോധനം വഴി, തെറ്റായ പ്രബോധനം വഴി, സഭാവിരുദ്ധത വഴി ഈ മക്കളെ ആകർഷിച്ച് നശിപ്പിച്ചു കൊണ്ടുപോകാൻ വ്യാജ പ്രബോധകരെ ഈ കാലയളവിൽ സാത്താൻ ദുരുപയോഗിക്കുന്നതായി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വചന ശുശ്രൂഷ അടക്കാൻ പോകുന്നത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കേരള സഭയ്ക്കെതിരായി, സഭയുടെ നേതൃത്വത്തിനെതിരായി, ആത്മീയ ശുശ്രൂഷകൾക്കെതിരായി, ആത്മീയ വചന ശുശ്രൂഷയ്ക്കെതിരായി ഈ കാലഘട്ടത്തിൽ പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ചില കപട പ്രബോധനങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോവുക. നമ്മൾ 5-6 കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യമാണ്, ലോകം മുഴുവൻ, പ്രത്യേകിച്ച് കേരള സഭയിലും അനേകം സുവിശേഷകർ പറയുന്നൊരു വാക്യമാണ് യൂണിവേഴ്സലിസം. അതായത് നിങ്ങൾ ചിന്തിക്കണം, എല്ലാവരും സ്വർഗത്തിൽ പോകും, മനുഷ്യരാരും നരകത്തിൽ പോകില്ല. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, ഇതൊരു പിശാചിൻ്റെ ഒരു വലിയ കെണിയാണ് യൂണിവേഴ്സലിസം. അതായത് എല്ലാവരും സ്വർഗത്തിൽ പോകും, ആരും നരകത്തിൽ പോകത്തില്ല. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1035 393 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നു, മാരകപാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവർ ഉടൻ തന്നെ നരകത്തിലേക്ക് പതിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന് 41-ാം തിരുവചനം. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന് 41-ാം വചനത്തിൽ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുകയാണ്. അന്ത്യവിധിയുടെ സമയത്ത് അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നും അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഈശോ പറഞ്ഞ വചനമാ. ഈശോ നരകമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്.
പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭ പഠിപ്പിക്കുന്നു, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1035 പഠിപ്പിക്കുന്നുണ്ട്, മാരകപാപത്തിൽ അവസ്ഥയിൽ മരിക്കുന്ന വ്യക്തി നിത്യ നരകത്തിൽ പോകുമെന്ന് സഭ പഠിപ്പിക്കുമ്പോൾ, വചനം പഠിപ്പിക്കുമ്പോൾ, സഭാപിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ, വിശുദ്ധർ പഠിപ്പിക്കുമ്പോൾ, സഭയിലെ ആത്മീയ വേദപാരംഗതർ പഠിപ്പിക്കുമ്പോൾ, അതിനെതിരായിട്ട് എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നും ആരും നരകത്തിൽ പോകത്തില്ലെന്നും ഏത് പാപം ചെയ്താലും ദൈവം കരുണ കാണിക്കുമെന്നുള്ള തെറ്റായ പ്രബോധനം കാണിച്ച് ഇന്ന് വഴിതെറ്റിക്കുന്ന ഈ വ്യാജ പ്രബോധനം സാത്താന്റെ കണിയാ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അനേകം ശുശ്രൂഷകര്, അനേകം വചനപ്രഘോഷകർ ഈ തെറ്റ് പഠിപ്പിക്കുന്നുണ്ട്. ദൈവം കരുണയല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ കത്തോലിക്ക സഭയിലെ അതിശക്തനായ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരി ഇങ്ങനെ പറയണത്, 2 കൂട്ടരാണ് നരകത്തിൽ പോകുന്നത്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് പാപം ചെയ്താലും ദൈവം എന്നോട് ക്ഷമിക്കും, ദൈവം എന്നോട് കരുണ കാണിക്കും, മാരക പാപം ചെയ്താലും ദൈവം എന്നോട് കരുണ കാണിക്കുമെന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്തു കൂട്ടുന്നവർ നരകത്തിൽ പോകുമെന്നാണ് സഭയിലെ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പഠിപ്പിക്കുന്നത്. അൽഫോൺസ് ലിഗോരി രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്. രണ്ടാമതൊരു കൂട്ടർ, ഞാൻ പാപം ചെയ്താൽ ദൈവം എന്നോട് കരുണ കാണിക്കത്തില്ല, ദൈവം എന്നെ ശിക്ഷിക്കും എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ അനുദപിച്ചാലും ദൈവം എന്നോട് കരുണ കാണിക്കത്തില്ലെന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യരെയും അൽഫോൺസ് ലിഗോരി പറയാ, അവരും ചെന്ന് പതിക്കുന്ന നരകത്തിലാണ്. ഹല്ലേലൂയ പറഞ്ഞേ. റോമാലേഖനം 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നില്ലേ, മനുഷ്യർ ദൈവം കരുണ കാണിക്കുന്നതിനാ, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാ ദൈവം കരുണ കാണിക്കുന്ന, ശിക്ഷിക്കുന്ന ദൈവമല്ല. പക്ഷെ ഒരു മനുഷ്യൻ മാരകഭാവത്തിൽ ജീവിച്ച് മരണസമയത്ത് ദൈവത്തെ സ്വമനസാലെ തള്ളിക്കളഞ്ഞാൽ ആ വ്യക്തി നിബന്ധിക്കുന്നത് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, CCC സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നു, ആ വ്യക്തി നിത്യ നരകത്തിൽ പോകും. ഇതിനെതിരെ ആര് പ്രസംഗിച്ചാലും അത് ദൈവവചനത്തിനും സഭയുടെ പ്രബോധനത്തിനും എതിരാണ്. അനേകം വ്യക്തികൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഈ കെണി ദൈവ മക്കളെ പഠിക്കണം. ഞാൻ എന്ത് പാപം ചെയ്താലും ഞാൻ സ്വർഗത്തിൽ പോകുന്നു പഠിപ്പിക്കരുത്. ഈശോയുടെ മക്കളെ, ഇത് പിശാചിന്റെ ഏറ്റവും വലിയ കെണിയാ. പിശാച് വലിയ ചതി. യോഹന്നാൻ 8:44 അവൻ നുണയന്റെ പിതാവുമാ. രണ്ടാമത് ചിലർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നരകത്തിൽ പോയ ആത്മാക്കളെ രക്ഷിക്കുക. ഒരു കാലഘട്ടത്തില് ഒറിജിൻ പഠിപ്പിച്ച സിദ്ധാന്തമാ. അത് പരിശുദ്ധ കത്തോലിക്ക സഭ ശപിച്ചു തള്ളിയിട്ടുണ്ട്. അതായത് നരകത്തിൽ പോയ ആത്മാക്കളെ രക്ഷിക്കാം എന്ന് വെച്ചാൽ, നരകത്തിൽ പോയ ആത്മാക്കളെ മാമോദിസ മുക്കി തിരിച്ചു കൊണ്ടുവരാന്നുള്ള ഒരു തെറ്റായ പഠനം കേരള സഭയ്ക്കകത്തുനിന്ന് പുറത്തുപോയ വ്യക്തികള് ഇന്ന് അനേകം ജനത്തെ പഠിപ്പിച്ച് സഭയിൽ നിന്ന് വഴിതെറ്റിച്ച് ശക്തി ഗ്രൂപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് CCC 1021 മുതല് തനത് വിധിയില് ഒരു വ്യക്തി ഒന്നെങ്കിൽ നേരിട്ട് സ്വർഗത്തില്, അല്ലെങ്കിൽ ശുദ്ധീകരണ അവസ്ഥയില്, അല്ലെങ്കിൽ നരകത്തിൽ പോയ ഒരാത്മാവിനെ രക്ഷിക്കാൻ ലോകത്തിലെ മുഴുവൻ വൈദികരും മെത്രാന്മാരും ഒന്നിച്ചു കുർബാന ചൊല്ലിയാലും ആ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന സഭ പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇതൊരു തെറ്റായ പ്രവണത. സാത്താൻ, ഞാൻ ആ തുടക്കത്തിലെ പറഞ്ഞു, വിശ്വാസവും പ്രാർത്ഥനയും വിശുദ്ധിയുമുള്ള മക്കളെ വ്യഭിചാരത്തിൽ വീഴിക്കാൻ പറ്റത്തില്ല, മദ്യപാനത്തിൽ വീഴിക്കാൻ പറ്റത്തില്ല, കൊലപാതകത്തിൽ വീഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ വ്യാജ പ്രബോധനം, കപട പ്രബോധനം, കള്ളപ്രവാചകന്മാർ ഇന്ന് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമാണ് പ്രൂഡലിസം. വളരെ ശ്രദ്ധിക്കണം മക്കളെ. അതായത് യേശു ഏക രക്ഷകനല്ല. ഇന്ന് അനേകം സഭയിലെ ദൈവശാസ്ത്രജ്ഞന്മാർ, അനേകം വ്യക്തികൾ ഇങ്ങനെ തെറ്റായ പഠനം പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഏത് മതത്തിൽ ആയിരിക്കുന്നവർക്കും ആ മതത്തിന്റെ കാര്യങ്ങൾ പരിശീലിച്ചാൽ സ്വർഗത്തിൽ പോകും. എന്ത് തെറ്റായ പ്രവണതയാണെന്നറിയോ? ഏത് മതത്തിൽ ജീവിക്കുന്നവനും നല്ല കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകും. അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈശോ എന്തിനാ ഈ വചനം പറയണത്?
അപ്പോസ്തല പ്രവർത്തനങ്ങള് 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ, ആകാശത്തിന് കീഴെ മനുഷ്യരിടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണ് യേശുവിന്റെ നാമം. ശ്രദ്ധിച്ചേ, ആകാശത്തിന് കീഴെ മനുഷ്യരിടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവരോടും അങ്ങനെ ചിന്തിക്കുന്നവരോടും ബ്രദർ ഈ രാത്രി ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. വിശുദ്ധ പൗലോസ്ലീഹ നമുക്കറിയത്തില്ലേ, സാവൂൾ എന്ന പേര് പറഞ്ഞ് സാവൂൾ എന്ന നാമത്തിൽ നടന്ന് പരിസയനായിരുന്നു, യഹൂദനായിരുന്നു, പണ്ഡിതനായിരുന്നു, മതത്തിന് തീഷ്ണതയുള്ള വ്യക്തിയാ. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഡമാസ്കസിലേക്ക് അധികാരപത്രവുമായി പോയ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ ഇങ്ങനെ പഠിപ്പിക്കുന്നവരോട്, സാവൂളിന്റെ മതവേദ യഹൂദ മതവാ. സാവൂൾ എന്തിനാ, യഹൂദ മതത്തിലുള്ള സാവൂൾ എന്തിനാ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായത്? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എല്ലാ മതത്തിൽ രക്ഷയുണ്ടെങ്കിൽ പിന്നെ അവിടെ ജീവിച്ചാൽ മതിയല്ലോ. എല്ലാ മതത്തിൽ രക്ഷയുണ്ട്, അവിടെ ജീവിച്ചു. 14 ലേഖനം എഴുതി അവസാനം റോമിലെ വധക്കുന്നില് ക്രിസ്തുവിന് വേണ്ടി തല വെട്ടിമാറ്റപ്പെട്ട ഈ രക്തസാക്ഷി സഭയ്ക്ക് ഉണ്ടാകത്തില്ല, 14 ലേഖനം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഭാരതത്തിന് അപ്പോസ്തലനായ തോമാസിനെ ഇന്ത്യ എന്തിനാ വന്നത്? ഇവിടെ വന്ന് ക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിച്ച് മൈലാപ്പൂരിൽ വെച്ച് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മുടെ തോമാശ്രീകാടെ ചങ്കില് കുന്തത്താൽ കുത്തപ്പെട്ട് ഈശോയുടെ കുരിശിനെ കെട്ടിപ്പിടിച്ച് പിടഞ്ഞു മരിച്ച തോമാശ്രീക എന്തിനാ രക്തസാക്ഷിയായത്? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരതത്തിന്റെ ദ്വിതീയ അപ്പോസ്തലനായ ഫ്രാൻസിസ് സേവർ സ്പെയിനിൽ നിന്ന് ഭാരതത്തിൽ വന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് പകലും മണികിലുക്കി ഒരു കയ്യിൽ കുരിശും പിടിച്ച് ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ച് 1.25 ലക്ഷം പേരെ ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി സ്നാനപ്പെടുത്തിയ ഭാരതത്തിന്റെ ദ്വിതീയ അപ്പോസ്തലനായ ഫ്രാൻസിസ് സേവർ മണ്ടനാണോ? എങ്കിലും ചോദിക്കട്ടെ, ആദിമസഭയില് ലക്ഷക്കണക്കിന് രക്തസാക്ഷികളെ ചുടുനിണം വിട്ട സഭ എന്തിനാ? യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ സ്ലീഹ ഒഴികെ 11 പേര് രക്തസാക്ഷികളല്ലേ? അന്ത്രോസിന് തൊലി ഉരിഞ്ഞില്ലേ? തോമാസിനെ കുന്നങ്ങോട് കുത്തിക്കുന്നില്ലേ? പത്രോസ് സ്ലീഹ തലകീഴായി കുരിശിൽ തറച്ചില്ലേ? യാക്കോബിന് തല വെട്ടി എറിഞ്ഞില്ലേ? യൂദാ തദേവൂസിനെ തലക്കടിച്ച് കൊന്നില്ലേ? ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ വിശുദ്ധര്, ഈ അപ്പോസ്തലന്മാര്, സുവിശേഷകര് യേശുവാണ് ഏക രക്ഷകൻ എന്ന് പറഞ്ഞതിന് പേര് രക്തസാക്ഷികളായവരാ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു സുവിശേഷ അഭിഷേകം വേണം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സുവിശേഷ വേല ഇല്ലാതായ സഭ മരിക്കും. യേശു അവസാന സമയത്ത് കുരിശിൽ പിടഞ്ഞു മരിച്ചു ഉത്ഥാനം ചെയ്ത് തന്റെ അപ്പോസ്തലന്മാരെ വിളിച്ചു കൂട്ടി പറഞ്ഞതെന്താ? മർക്കോസ് 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. എന്താ സുവിശേഷം? ഞാൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ പരിഹാരമായി, ഞാൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി ഭൂമിയിൽ വന്ന് കുരിശിൽ പിടഞ്ഞു മരിച്ചു ഉത്ഥാനം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലിയായി മാറി എന്നുള്ള സത്യവചനം പ്രഘോഷിക്കുന്നത് സുവിശേഷ പ്രഘോഷണം. സുവിശേഷ പ്രഘോഷണം അറിയാമോ? ഒരു വ്യക്തി വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ പ്രകടിപ്പിക്കുന്ന ആഹ്ലാദ പ്രകടനമാണ് സുവിശേഷ പ്രഘോഷണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഇത് സാത്താന്റെ മൂന്നാമത്തെ കണി. ഒന്നാമത് നമ്മൾ കണ്ടല്ലോ, യൂണിവേഴ്സലിസം, പ്ലൂറലിസം, മരിച്ച് നരകത്തിൽ പോയി രക്ഷിക്കാം. 4-ാമത്തെ കാര്യം എന്താ? ഇതാ പഠിപ്പിക്കുന്ന ഈ കാര്യം എന്താ? എല്ലാവരും രക്ഷപ്പെടും, അവന്റെ മതത്തിൽ ജീവിച്ചാൽ മതി. ദൈവമക്കളെ, ഈ കെണി തിരിച്ചറിയണം. ഞാൻ ഒറ്റക്കാരോട് പറഞ്ഞ് അടുത്ത ഇതിലേക്ക് പോവുക. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയിലെ വിശുദ്ധന്മാർ മണ്ടന്മാരാ, നമ്മുടെ സഭയിലെ രക്തസാക്ഷികൾ മണ്ടന്മാരാ, നമ്മുടെ മാർ തോമസ് ശ്രീക മണ്ടനാ, നമ്മുടെ ഫ്രാൻസിസ് സേവറും ജോൺ ബ്രിട്ടോസും എന്തിനാ? ദൈവസഹായിപ്പിള്ള ക്യാപ്റ്റൻ ഡെലന എന്ന് പറഞ്ഞ മനുഷ്യൻ, ഡച്ചുകാരനായ മനുഷ്യൻ
തടവിൽ കിടക്കുമ്പോ ഭക്ഷണം കൊടുക്കാൻ പോയി 8 വിട്ടിപ്പിള്ളമാരില് ഈ ദൈവസഹായം പിള്ള എന്ന മനുഷ്യനോട് ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ കരുണയും ക്രിസ്തുവിന്റെ കുരിശിന്റെ സ്നേഹവും പറഞ്ഞതിന് ഫലമായി മാനസാന്തരപ്പെട്ട് നമുക്കറിയാം നമുക്കറിയാം ഈ ദൈവസഹായം പിള്ള ആ മലയുടെ മുകളിൽ പോയി കർത്താവായ യേശുവിന്റെ സ്നേഹത്തെ പ്രതി രക്തസാക്ഷിയായി പിടഞ്ഞു മരിച്ച ദൈവസഹായം പിള്ള ഉടനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഓർക്കണം, യേശുവിന്റെ മക്കളെ, ക്രിസ്തുവിന്റെ സുവിശേഷ ലോകം കൊടുക്കപ്പെടണം. സുവിശേഷ വേണ്ടെന്ന് പറയുന്നത് പിശാചിന്റെ കെണിയാ. സ്വരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. 4ാമത്തെ 5ാമത്തെ കാര്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് പെന്തക്കോസ്റ്റൽ സ്പിരിറ്റുകൾ. ഞാൻ പറഞ്ഞത് സഭ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ മറ്റു സഭയുടെ കുറവുകളെ അല്ലെങ്കിൽ മറ്റു നന്മകളെ നമ്മൾ ഇല്ലാതാക്കിയല്ല പറയണത്. ഞാനൊരു കാര്യം പറയാം, കടലിൽ ചെന്ന് നദിയിലല്ല ചേരേണ്ടത്, നദി ചെന്ന കടലിൽ ചേരേണ്ടത്. ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭ 2000 വർഷമായി നിലനിൽക്കുന്ന ഏക സത്യസഭ. ഇന്നും ലോകത്തടയ്ക്കാത്ത ഏക ഓഫീസുകൾ 2000 വർഷമായിട്ട് അത് വത്തിക്കാൻ്റെ ഓഫീസാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വേറെ ഒന്നും നോക്കരുത്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യേ, ഓരോ ചർച്ചിൻ്റെയും ഓരോ സഭയുടെ ആരംഭം എടുത്തു നോക്ക്. ഓരോ ചർച്ച എടുക്കുക, അവസാനം നിങ്ങൾ എടുക്കുക. കാത്തലിക് ചർച്ചിന് തുടക്കമേത അപ്പോൾ പറയും, ഗൂഗിൾ പോലും പറയും ജീസസ് ക്രൈസ്റ്റ്. ദൈവമക്കളെ, ഞാൻ അവരെ ഒന്നും ചാട്ട് പറയല്ല. ഇന്ന് ചിലരുണ്ട് വിശുദ്ധ കുർബാന വേണ്ട, പരിശുദ്ധി അമ്മ വേണ്ട, സഹനങ്ങൾ വേണ്ട, കുരിശു വേണ്ട, ഈശോ എന്നും. ഈശോ ഒരു കാര്യം പറയുള്ളൂ, മർക്കോസ് 9, നമുക്കറിയാം ലൂക്ക 9:23, അനുദിനം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെ പിന്നാലെ വരണമെന്നാ പറയണത്. അനുദിന കുരിശ്. എല്ലാ അപ്പസ്തോലന്മാരും സഹനത്തിന്റെ കുരിശ, കാൽവരി കുരിശിന്റെ യേശുവിന്റെ ബലിയോട് ചേർന്ന് സഹിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ, പരിശുദ്ധ ജപമാലയെ, അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തെ തള്ളിപ്പറയുന്ന അരൂപികൾ നമ്മൾ തിരിച്ചറിയണം. 5ാമത്തെ മേഖല നമ്മൾ കേൾക്കേണ്ടത് വളരെ ശ്രദ്ധിക്കണം. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. 5ാമത്തെ മേഖല, എന്നാലും നമുക്ക് സഹിക്കാം. 5ാമത്തെ മേഖല പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള കപടത്തരമാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട അബദ്ധ പ്രബോധനങ്ങൾ ഇന്ന് കേരളത്തില് ചില സെക്ട് ഗ്രൂപ്പുകളുണ്ട്, കൂടാര ഗ്രൂപ്പുകളുണ്ട്. പരിശുദ്ധ അമ്മ, പിതാപുത്ര പരിശുദ്ധാത്മാവിനാണ് ആരാധന കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം, പരിശുദ്ധ അമ്മ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തമായ വ്യക്തിയാണ്. പരിശുദ്ധ അമ്മ ദൈവമല്ല, പരിശുദ്ധ അമ്മ ദൈവമല്ല. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് അതിശ്രേഷ്ഠമായ സ്ഥാനം സഭയിൽ, സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരാധന മുഴുവൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമാണ്. എന്നാൽ കേരളത്തിൽ ഒരു ഗ്രൂപ്പ്, അതായത് പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്ഥാനത്തേക്ക് 4ാമത്തെ വ്യക്തിയായി മറിയത്തെ കൊണ്ടുവന്ന് ആരാധിക്കുന്ന സഭയ്ക്ക് വിരുദ്ധമായ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് നല്ല കരിസ്മാറ്റിക്കാര്, ശുശ്രൂഷകർ സഭയിൽ ചേർന്ന് നിൽക്കുന്നവരെ വഞ്ചകനായ പിശാച് അബദ്ധ പ്രബോധനം കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, 2ാം വരവ് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ആകർഷിക്കുന്നത്. ഇവരൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവരൊക്കെ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ മാതാവുണ്ട്, ദിവ്യകാരുണ്യമുണ്ട്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണമുണ്ട്, പക്ഷേ സഭയുടെ കൂട്ടായ്മയില്ല. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 2:2 നമ്മൾ സ്ക്രീനിൽ നോക്കാൻ പോവാ. 1 തെസ്സലോനിക്ക 2:2 ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും ക്ലേശങ്ങളുടെയും ദൈവത്തിൻ്റെ സുവിശേഷങ്ങളെ പ്രഘോഷിക്കാനുള്ള വരം ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്തു. അടുത്ത വാക്യം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കൾ, അവസാന കാലഘട്ടത്തില് ഈശോ ഇപ്പം വരും എന്ന് പറഞ്ഞ് തെറ്റായ പ്രബോധനം കൊടുത്ത്, തെറ്റായ ബോധ്യം കൊടുത്ത് അനേകം ദൈവമക്കളെ നശിപ്പിക്കുന്നുണ്ട്. 2ാം വരവിന്റെ പേരിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിന്റെ ഈ 2ാം വരവിന്റെ പേരിൽ നിങ്ങൾ അസ്വസ്ഥപ്പെടരുത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ പഠിപ്പിച്ച സെക്ട് ഗ്രൂപ്പുകൾ, പരിശുദ്ധ അമ്മയുണ്ട്, പരിശുദ്ധ കുർബാനയുണ്ട്, പക്ഷേ തെറ്റായ പ്രബോധനം കൊടുക്കുന്ന ഗ്രൂപ്പുകൾ നിശക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വിശുദ്ധനാണ് ലൂയിസ് മരിയ മോൺഫോർട്ട്.
അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥ മരിയ ഭക്തി എന്നൊരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റായ കപടമായ മരിയ ഭക്തി ഉണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ലൂയിസ് മോൺഫോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥ മരിയ ഭക്തി വഴി ഈശോയോട് സ്നേഹവും വിശ്വാസവും വർദ്ധിക്കണം. ശ്രദ്ധിക്കണേ, യഥാർത്ഥ മരിയ ഭക്തി വഴി ഈശോയുടെ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കണം. അടുത്ത വാക്യം, മരിയ ഭക്തി നമ്മളെ യേശുക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ തട്ടിപ്പായി കണ്ട് തിരസ്കരിക്കണം. ലോകങ്ങളുടെ ഏറ്റവും വലിയ മരിയ ഭക്തനാ, ജപമാല ഭക്തനാ. അദ്ദേഹം പറയുകയാണ്, പരിശുദ്ധ അമ്മയുള്ള ഭക്തി ഈശോയുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഈശോയിലേക്ക് അടുപ്പിക്കുന്നില്ലെങ്കിൽ, ത്രിത്വത്തിലേക്ക് അടുപ്പിക്കുന്നില്ലെങ്കിൽ, ലൂയിസ് മോൺഫോർട്ട് പറയുകയാണ്, ഇത് പിശാചിന്റെ തട്ടിപ്പായി കണ്ട് തിരസ്കരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിൽ നിലനിന്ന പുണ്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ മരിയ ഭക്തി. ഭക്തി എന്ന് പറയണത് എന്താ? ഞാൻ ഏതൊരു വിശുദ്ധനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധന്റെ അത്ഭുതങ്ങളല്ല മേടിക്കേണ്ടത്. ആ വിശുദ്ധൻ വിശുദ്ധനായത്, വിശുദ്ധയായത്, വേദപാരംഗതയായത് ആ വിശുദ്ധന്റെ നിലനിന്ന പുണ്യങ്ങളെ അനുകരിക്കുന്നതാണ് ഭക്തി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി പരിശുദ്ധ അമ്മയിൽ നിലനിന്ന പുണ്യങ്ങൾ നൽകണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ഇപ്പൊ നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയിൽ നിന്ന പുണ്യങ്ങൾ നമ്മൾ വളരുന്നില്ലെങ്കിൽ, ജപമാല ഭക്തി പരിശുദ്ധ കൂദാശയിലേക്കും ക്രിസ്തുവിലേക്കും നമ്മളെ അടുപ്പിക്കുന്നില്ലെങ്കിൽ അത് തട്ടിപ്പാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ലോകം കണ്ട ഏറ്റവും വലിയ മരിയ ഭക്തനായ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടാണ്. അതുകൊണ്ടാണ് വേദപാരംഗതനായ വിശുദ്ധ ആൻസലാം പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മേ 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 എന്ന് എപ്പോഴും വിളിക്കുന്നതല്ല കാര്യം, അമ്മയിൽ വിളങ്ങി നിന്ന പുണ്യങ്ങൾ നീ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നീ യഥാർത്ഥ മരിയ ഭക്തയാകുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കത്തോലിക്ക സഭയില് വിശുദ്ധരെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ വിശുദ്ധർക്കൊക്കെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ വിശുദ്ധരും ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിച്ചവരാ. രണ്ട്, എല്ലാ വിശുദ്ധരുടെയും അമ്മ പരിശുദ്ധ അമ്മയായിരുന്നു. മൂന്ന്, എല്ലാ വിശുദ്ധരും സഭയെ സ്നേഹിച്ചു, സഭയെ കീഴ്പ്പെട്ടു, സഭയെ അനുസരിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 36 വേദപാരംഗതരുണ്ട്. അതിൽ 4 പേരാണ് വിശുദ്ധകള്. ബാക്കി 32 പേര് വിശുദ്ധന്മാരാ. ഈ 36 വേദപാരംഗതരെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ 36 വേദപാരംഗതർ സഭ പ്രഖ്യാപിക്കുന്നത് അസാധാരണമായ ജ്ഞാനം, പ്രബോധനം, അസാധാരണമായ വിശുദ്ധി, സഭ ഔദ്യോഗികമായി പ്രബോധനത്തിൽ തെറ്റില്ലെന്നും പൂർണ്ണത ഉണ്ടെന്നും ബോധ്യമുള്ളവരെയാണ് വേദപാരംഗതരെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ 36 വേദപാരംഗതരും പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചിരുന്നു. 36 വേദപാരംഗതരും പരിശുദ്ധ കുർബാനയെ, പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ചിരുന്നു. 36 വേദപാരംഗതരും സഭയെ സ്നേഹിച്ചു, സഭയെ അനുസരിച്ചു. ഒരു ഉദാഹരണം പറയാം. 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വേദപാരംഗതനാണ് വിശുദ്ധ തോമസ് അക്വീനസ്. സഭ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇന്ന് സെമിനാരിൽ പഠിക്കുന്നത്. അത്രമാത്രം മാതാവിനോട് സ്നേഹവും സഭയോട് സ്നേഹിക്കുകയും ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിക്കുന്ന വിശുദ്ധൻ തൻ്റെ അവസാന കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുക, ഈശോയെ, ഞാൻ ഈ എഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ സഭയ്ക്ക് സമർപ്പിച്ച് അത് സഭയുടെ വിചിന്തനത്തിനും സഭയുടെ തെറ്റുതിരുത്തലിനും സഭയ്ക്ക് ഞാൻ വിധേയപ്പെട്ടു നൽകുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സഭയുടെ തിരുത്തലിന് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്തൊരു മേഖലയാ, പലർക്ക് ഈശോയെ ഇഷ്ടമാണ്, പരിശുദ്ധ അമ്മ ഇഷ്ടമാണ്, വചനം ഇഷ്ടമാണ്, സഭയെ ഇഷ്ടമില്ല. സഭയെ ഇഷ്ടമില്ല. ഓർക്കണം ദൈവമക്കളെ,
സഭയിലാണ് വിശുദ്ധ കുർബാനയുള്ളത്, സഭയിലാണ് വേദപാരംഗതരുള്ളത്, സഭയിലാണ് ദിവ്യകാരുണ്യ ആരാധനയുള്ളത്, സഭയിലാണ് പരിശുദ്ധ ജപമാലയുള്ളത്, സഭയിലാണ് കുംഭസാരം എന്ന കൂദാശയുള്ളത്. സഭയുടെ പ്രബോധനങ്ങളാണ് ശരിയായ പ്രബോധനം. നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധരെല്ലാം സഭയെ സ്നേഹിച്ചു, സഭയെ അനുസരിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സഭയുടെ സിനഡൊക്കെ കൂടിയിരിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ സഭയെ, വൈദികരെ, സമർപ്പിതരെ, പിതാക്കന്മാരെ ആക്രമിക്കുന്ന ഗ്രൂപ്പുണ്ട്. ഞാനൊരു സംഭവം ഓർക്കുക. നമുക്കറിയാം, വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഓറട്ടോറിയത്തിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ബാലനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഒരിക്കലും ഡൊമിനിക് സാവിയും കൂട്ടുകാരും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ മുട്ടായും കൊണ്ടുവന്നു. അദ്ദേഹം തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളെല്ലാം കൂടി കുറേ സമയം കഴിഞ്ഞ് തമാശ മാറി അദ്ദേഹം സഭയ്ക്കെതിരെ പറയാൻ തുടങ്ങി. വൈദികര്, സഭയുടെ പ്രബോധനം, ദിവ്യകാരുണ്യം, ജപമാലയ്ക്കെതിരെ ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. വൈദികരെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. സഭാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തി തുടങ്ങി. പെട്ടെന്ന് കുറെ കുട്ടികൾ മാറി. ഇത് കണ്ട് ഡൊമിനിക് സാവിയോ വന്നിട്ട് ബാക്കി കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങനെയാ പറഞ്ഞത്. നമുക്കറിയാം, ഡൊമിനിക് സാവിയോ 12 വയസ്സുള്ള കുഞ്ഞാ. മക്കളെ, നിങ്ങളുടെ ആത്മാവിനെ പിശാച് മോഷ്ടിക്കാൻ ഈ മനുഷ്യരിലൂടെ വന്ന് സഭയ്ക്കെതിരെ പറയുന്നതാ. നിങ്ങളുടെ ആത്മാവിനെ മോഷ്ടിച്ച് നരകത്തിൽ കൊണ്ടുപോകാൻ ഈ മനുഷ്യനെ പിശാച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് കുട്ടികളെ തിരുത്തി ഓടിക്കുന്നുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ചില സെക്ട് ഗ്രൂപ്പുകളുണ്ട്. അവർ പരിശുദ്ധ അമ്മയെ പറയും, കുർബാനയെ പറയും, പക്ഷെ സഭയെയും സഭയുടെ പ്രബോധനത്തെയും വിമർശിക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 സഭയുടെ എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകത സഭയെ സ്നേഹിച്ചു, സഭയെ അനുസരിച്ചു. അവർ സഭയെ മുറിപ്പെടുത്തിയില്ല. വ്യക്തിപരമായി അവർക്ക് മുറിവേറ്റാലും അവരായിരുന്ന സഭയെ അവർ മുറിച്ചിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ട ഒരു വ്യക്തിയാണ് അസീസിയിലെ ഫ്രാൻസിസ്. അസീസിയിലെ ഫ്രാൻസിസ് നമുക്കെല്ലാം അറിയാം, പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തിട്ടാണ് സഭയെ പടുത്തുയർത്താൻ വേണ്ടി ചെല്ലുന്നത്. സഭയിലൊരു നിയമാവലി, ഒരു സന്യാസ സമൂഹം തുടങ്ങാൻ വേണ്ടി മാർപ്പാപ്പയുടെ അടുത്ത് ചെല്ലുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, നീ പന്നിയോട് പോയി പ്രസംഗിക്ക്. ഒരക്ഷരം പോലും മിണ്ടാതെ പന്നിയോട് പ്രസംഗിച്ച മനുഷ്യനാണ് 12ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കത്തോലിക്ക സഭയെ പിടിച്ചു നിർത്തിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹത്തിന്റെ അനുസരണത്തിന്റെ ബലമാ അൽഫോൻസാമ, പാതിരി പിയോ, അന്തോനീസ്, വിശുദ്ധ ലിയോ, നമ്മുടെ റാണി മരിയ, അനേകം വിശുദ്ധരെ സംഭാവന ചെയ്ത ഈ വിശുദ്ധന് അനുസരണമെന്ന പുണ്യമാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആവിലായിൽ അമ്മത്രസിയ, വേദപാരംഗതയാ. ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെടും, വലതുകരത്ത് വന്നിരിക്കും. ഇന്നും ഹൃദയം അടികിട്ടില്ല. ഒരിക്കലും ഈശോ നേരിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പറയാ, നീ ഒരു കോൺവെന്റ് ചാപ്പൽ പണിയാൻ അഭിവന്ദ്യ പിതാവിനോട് ചെന്ന് പറയേ. നീ കോൺവെന്റ് ചാപ്പൽ പണിയാൻ പിതാവിനോട് പറ. ഈശോ പറഞ്ഞിട്ടാ പോകുന്നത്. പിതാവ് പറഞ്ഞു പറ്റത്തില്ല. വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറെ ദിവസം കഴിഞ്ഞ് ഈശോ നേരിട്ട് വന്നു പറഞ്ഞു, നീ വീണ്ടും പോ. വീണ്ടും ചെന്ന പിതാവ് വഴക്ക് പറഞ്ഞു വിട്ടു. 3ാമത്തെ പ്രാവശ്യം ആവിലായിൽ അമ്മത്രസ്യയോട് ഈശോ പറയുക, നീ ഒന്നും കൂടെ ചെല്ല്. 3ാമത്തെ പ്രാവശ്യം പിതാവിൻ്റെ അടുത്ത് പിതാവ് ദേഷ്യപ്പെടുക. സങ്കടപ്പെട്ട് തിരിച്ചു വന്ന് ചാപ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോട് പറയുക, ഈശോയെ, നീ എന്തിനാ എന്നെ നാണം കെടുത്താൻ വിട്ടത്? ഉടനെ അമ്മത്രസ്യ നോക്കി ഈശോ പറയുക, ത്രസ്യ, നീ എൻ്റെ സഭയെ അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ പരീക്ഷിച്ചതാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹമുണ്ടെങ്കിൽ ഈശോയുടെ ശരീരമാ സഭ. സഭയുടെ പ്രബോധനം. ഞാൻ ചോദിക്കട്ടെ, ഞാനും സന്തോഷ്കാരും മത്രപ്രദവും ബെന്നിസാറും ഞങ്ങൾ ആത്മായ ശുശ്രൂഷകരും അച്ഛന്മാരൊക്കെ സഭയെ പഠിപ്പിക്കാനുള്ളവരല്ല, സഭ പഠിപ്പിച്ച പ്രബോധനങ്ങളെ പങ്കുവെക്കാനുള്ളവരാ. ഹല്ലേലൂയ പറഞ്ഞേ. സഭയ്ക്ക് അറിയത്തില്ലെന്ന് നീ പറയരുത്. കത്തോലിക്ക സഭയില് 2000 വർഷത്തില് സഭാപിതാക്കന്മാർക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ആത്മീയ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. എനിക്കും നിനക്ക് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പാതിരിപ്പ്. ഞാൻ കൂടെ ചോദിക്കട്ടെ, ഇതുപോലെ അത്ഭുതം പ്രവർത്തിച്ച ഒരു വിശുദ്ധനുണ്ടായിരുന്നോ? ഇന്ന് സഭയ്ക്കെതിരെ ശക്തികൾ പറയുന്നില്ലേ, ഈ പത്രം കൊള്ളത്തില്ല, ഈ വൈദ്യം കൊള്ളത്തില്ല, സഭ ശരിയാകത്തില്ല, സഭ
സഭയുടെ പ്രബോധനം ശരിയല്ലെന്ന് പറഞ്ഞു നടന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വ്യാജ പ്രബോധകരോട് ചോദിക്കട്ടെ. ആ സെക്റ്റിൽ പോയ അനേകം വ്യക്തികൾ ഇന്ന് കേൾക്കുന്നില്ലേ? അവരോട് ചോദിക്കട്ടെ. നമുക്കറിയാം, പാതിരിപ്പിയോ ഒരു ദിവസം 40 കൊന്ത ചെല്ലും, 10-12 മണിക്കൂർ കുമ്പസാര കൂട്ടിലിരിക്കും, വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് വിശുദ്ധ കുർബാന അർപ്പിക്കും. നേരിട്ട് ഈശോ വരുമായിരുന്നു, മാതാവ് വരുമായിരുന്നു. ആ വിശുദ്ധനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം പഞ്ചക്ഷതമുണ്ടായിരുന്ന വിശുദ്ധൻ. ബൈലൊക്കേഷൻ ഉണ്ട്. ഒരേ സമയത്ത് 2 സ്ഥലത്ത് എല്ലാം കൃപയുണ്ട്. ഒരാൾ കുമ്പസാര കൂട്ടി ചെല്ലുമ്പോൾ അദ്ദേഹം മറച്ചു വെച്ചിരിക്കുന്ന പാപം പോലും വെളിപ്പെടുത്തിയ പരകൃതിയ ജ്ഞാന അഭിഷേകമുള്ള വരദാനമുള്ള വിശുദ്ധൻ. നിങ്ങൾക്കറിയാമോ, ആ വിശുദ്ധനോട് സുപ്പീരച്ചൻ പറഞ്ഞു, നിർത്ത്. 100 കണക്കിന് 1000 ആൾക്കാർ ലോകത്തിൽ പല ഭാഗത്തു നിന്നും വിശുദ്ധ പാതിരിപ്പിയുടെ ബലിക്ക് വരുമായിരുന്നു. നിർത്ത്, കുമ്പസാരം നിർത്ത്. ഒരക്ഷരം പോലും മിണ്ടാതെ സഭ അനുസരിച്ചു. അദ്ദേഹം കൂടെ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടെങ്കിലും എനിക്ക് സഭയെ വേണം. എന്നെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടെങ്കിലും എനിക്ക് എൻ്റെ സഭയെ വേണം. 10 വർഷത്തോളം ഒരു പരാതിയും കൂടാതെ സഭ അനുസരിച്ച മനുഷ്യനെ ഇന്ന് ലോകമുയർത്തി. ഇന്നും ആ വിശുദ്ധന്റെ ശരീരം 60-ലധികം വർഷമായിട്ട് ശരീരം പുഴുതൊടാതെ അഴുകാതിരിപ്പുണ്ട്. വലതുകരം ഉയർത്തി പറയും ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവമക്കളെ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ചിലർ ചിന്തിക്കും ആ ഗ്രൂപ്പിൽ രോഗശാന്തി ഇല്ലേ, ആ ഗ്രൂപ്പിൽ അത്ഭുതം നടക്കണില്ല. ഇവിടെ ആദ്യം മനസ്സിലാക്കണം, രോഗശാന്തിയോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല ക്രിസ്തീയതയുടെ അടിസ്ഥാനം. രോഗശാന്തിയും അത്ഭുതം അടയാളം ഒരുവരുത്തൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നടക്കും. അത് ജാതി മതം നോക്കിയിട്ടല്ല യേശു ഒരാൾ അത്ഭുതം നടക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. പക്ഷേ അത്ഭുതം നടന്നതിൻ്റെ പേരിൽ, അടയാളം നടന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ പ്രബോധനം കറക്റ്റ് ആകണമെന്നില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് പല ശക്തി ഗ്രൂപ്പിൽ അത്ഭുതം നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് ജനങ്ങൾ പോകുമ്പോൾ ഓർക്കണം, പ്രബോധനം പഠിക്കണം. ദൈവമക്കളെ നിൽക്കണം. 1 തെസ്സലോനിക്ക ലേഖനം വചനമുണ്ട്. തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തില് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്. 1 തെസ്സലോനിക്ക 1:5. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, വചനം എന്താണെന്നറിയാമോ? അവിടെ പൗലോസ് പറയും, ഒരാൾ വചനപ്രഘോഷകൻ എങ്ങനെയായിരിക്കണം? 1 വചനം വേണം, 2 ശക്തി വേണം, 3 പരിശുദ്ധാത്മാവ് വേണം, 4 ഉത്തമമായ ബോധ്യം പ്രബോധനം വേണം. ഈ 4 കാര്യം വേണം. 1 വചനം, 2 പരിശുദ്ധാത്മാവ്, 3 ശക്തി, 4 പ്രബോധനം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സഭയുടെ പ്രബോധനത്തിനെതിരായി ആഞ്ഞടിക്കുന്ന മക്കൾ അകത്തുനിന്നും പുറത്തുനിന്നും പല ശക്തികള്, മാതാവിന്റെ പേരില്, വിശുദ്ധരുടെ പേരില്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എവിടെയാ സഭയ്ക്ക് വിധേയപ്പെടുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ദാസൻ സന്തോഷ് ബ്രദറിനെ ഞാൻ കണ്ട ഏറ്റവും വലിയ, അത് ഞാൻ പറയാതെ പോയാൽ ദൈവസന്നിധിയിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. ഞങ്ങൾ വർഷങ്ങളായി പരിചയമുണ്ട്. ഇന്ന് വരെ ആ ദാസന്റെ വായിൽ നിന്ന് സഭയ്ക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരു വാക്ക് ഒരു പിതാവിനെതിരെ, ഒരു വൈദികർക്കെതിരെ. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭയെ സ്നേഹിക്കുമ്പോഴാ, സഭയുടെ പ്രബോധനങ്ങളെ സ്നേഹിക്കുമ്പോഴാ, സഭ പഠിപ്പിക്കുന്ന CCCക്ക് അത് പഠിപ്പിച്ചിട്ടുണ്ട്, സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, വേദപാരംഗത പഠിപ്പിച്ചിട്ടുണ്ട്, മരുഭൂമിയിലെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന്, സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ദൈവവചനം വ്യാഖ്യാനിക്കാനാണ് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചത്. ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സഭയെ മുറിപ്പെടുത്താതെ, സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന്, സഭയെ മുറുകെ പിടിച്ച്, സഭയെ പടുത്തുയർത്താൻ, അതാണ് സഭയെ വളർത്താൻ. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സഭയുടെ ചരിത്രം എടുത്ത് പഠിക്കുക. 2000 വർഷമായി ഇത് തകരാതെ നിൽക്കുന്നത്. മനുഷ്യ ഒറ്റ വചനം പറയുക. മത്തായി സുവിശേഷം 16, 17, 18. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടത്തില്ല.
അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങൾ ഏതെങ്കിലും ശക്തി ഗ്രൂപ്പിൽ കണ്ട, അതുകൊണ്ട് ഈശോ വ്യക്തമായിട്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നത്. അത്ഭുതങ്ങൾ കേൾക്കണം. അത്ഭുതങ്ങളെ പറയാൻ പോകുന്നവരോട് പറയട്ടെ, അത്ഭുതങ്ങൾ ദൈവം നടത്തുന്നതാ. പക്ഷെ ഒരു ഗ്രൂപ്പിൽ, വീണ്ടും പറയാ, ഒരു ഗ്രൂപ്പിൽ അത്ഭുതം നടന്നതിൻ്റെ പേരിൽ അവർ ശരിയായ പ്രബോധനമാണെന്ന് കാണരുത്. ഇത് കേൾക്കണേ, വായിച്ച്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യം. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. അന്ന് പലരും, ശ്രദ്ധിക്കണേ, എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അടുത്ത വാക്യം നോക്കി. അപ്പോൾ അവൻ പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നകുന്നു. കണ്ടോ, യേശുവിൻ്റെ നാമത്തെ അത്ഭുതം നടന്ന്, യേശുവിൻ്റെ നാമത്തെ രോഗശാന്തി നടന്ന്, യേശുവിൻ്റെ നാമത്തിലെ പിശാച് പോയത്. പക്ഷെ പ്രബോധനം സഭയ്ക്ക് വിധേയപ്പെടുന്നില്ല. വചനമുണ്ട്, അതിൽ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്, എന്നറിയാമോ? പാറമേൽ പടുന്ന ഭവനം. ആരാ പാറ? പത്രോസാകുന്ന പാറയിൽ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒത്തിരി നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാ അടുത്തൊരു മേഖലയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത്, ഈ സെക്ട് ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സെക്ട് ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരള സഭയിൽ അതിശക്തമായ പ്രതിസന്ധി ഉണ്ടായി. അനേകം വർഷങ്ങളായി സുറിയാനി സഭ ആൾക്കാർ പറയുക, ഞങ്ങൾക്കൊരു തദ്ദേശീയ മെത്രാനെ വേണം. അപ്പോഴാണ് ബാഗ്ദാദിൽ നിന്ന് ഒരു മെത്രാൻ വരുന്നത്. ഒരു മെത്രാൻ വരിക, റോക്കീസ് എന്ന് പറയുന്ന മെത്രാൻ വരിക, റോക്കോസ് എന്ന് പറയുന്ന മെത്രാൻ വരിക. അദ്ദേഹം പിന്നെ നമുക്ക് അന്ന് ചാവറ പിതാവ് ഇവിടുത്തെ വികാരി ജനറലാണ്. ചാവറ പിതാവിന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലായത്, അതൊന്നും അപകടമുണ്ട്. പിതാവ് അന്ന് 9-ാം പീയൂസ് മാർപ്പാപ്പ കത്തെഴുതി, ഇങ്ങനൊരു മെത്രാൻ അത് സഭയുടേതാണോ? അപ്പം പിതാവ് എഴുതി, ഇങ്ങനെ ആളെ സഭ പറഞ്ഞു വിട്ടിട്ടില്ല. നിങ്ങൾക്കറിയണം, 150 സുറിയാനി പള്ളിയിൽ 95 പള്ളിയും ഈ റോക്കോസ് ഈഷ്മായി പോയി. നമ്മുടെ ഭരണിങ്ങാനം പള്ളിയടക്കം ഈ റോക്കോസ് എന്ന് പറയണ മെത്രാൻ്റെ കീഴിൽ പോയി. കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നത്. 95 പള്ളിയിൽ പോയപ്പോൾ കയ്യിൽ ജപമാല എടുത്ത് കൈവിരിച്ചു പിടിച്ച് പരിത്യാഗം ചെയ്ത് സ്നേഹത്തിൽ സംവാദം നടത്തി സ്നേഹിച്ച് തിരുത്തി അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് സുറിയാനി സഭയെ വീണ്ടെടുത്തു. ആരാധന ചാവറയച്ചൻ. ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമതൊരു സംഭവം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 12-ാം നൂറ്റാണ്ടിൽ അൽ ജോസഫിൻ പാഷാണ്ഡത സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ നിങ്ങൾക്കറിയാമോ, ഓസ്ട്രിയ, ഹംഗറി, അനേക രാജ്യങ്ങൾ, ഇറ്റലി, അനേകം പേര് സഭ വിട്ടുപോയി. സെക്ട് ഗ്രൂപ്പിൽ കൂടാരങ്ങളിൽ പോയി. സത്യസഭയുടെ പ്രബോധനത്തിന് ആരില്ല. അന്ന് മെലനിലെ ആർച്ച് ബിഷപ്പിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഡൊമിനിക് പുണ്യാളൻ, ഡൊമിനിക് അച്ഛൻ. അച്ഛന് ഒരിക്കൽ മിലന്റെ സെക്രട്ടറിയോടൊപ്പം പള്ളികളിൽ പോയ, പള്ളികളിൽ ആളില്ല. സെക്ട് കൂടാരങ്ങളിൽ മുഴുവൻ സഭാവിരുദ്ധർ, കുദാശ വിട്ട്, പരിശുദ്ധ അമ്മയെ വിട്ട ഗ്രൂപ്പിൽ ഇഷ്ടം പോലെ ആള്. അപ്പോൾ പിതാവിനോട് പറഞ്ഞു, പിതാവെ, ഞാൻ അവരുടെ ഇടയിൽ പ്രസംഗിക്കാം. 3 വർഷം ഡൊമിനിക് പുണ്യാളൻ പ്രസംഗിച്ചു. ഒരാൾ മാനസാന്തരപ്പെട്ടില്ല. 1214 പ്രാലിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുട്ടുകുത്തി കൈവിരിച്ച് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ കരയുമ്പോൾ പരിശുദ്ധി അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അമ്മ 1214 പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ജപമാല. നിങ്ങൾക്കറിയാമോ, 7 അമ്മ പറഞ്ഞു, രാത്രി മുഴുവൻ ഈ പ്രാർത്ഥന ചെല്ലുക. അന്ന് ഇത് ഇത്ര പൂർണ്ണ രൂപമില്ല. പ്രിയപ്പെട്ടവരെ, ഡൊമിനിക് എന്ന് പറഞ്ഞ വിശുദ്ധനായ വൈദികൻ മുട്ടുകുത്തി അമ്മ പഠിപ്പിച്ച് ഈ പ്രാർത്ഥന, ഇത് വചനമാ. ആ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി പകല് പ്രസംഗിച്ചു. 7 വർഷം കൊണ്ട് യൂറോപ്പിലെ സഭയിൽ പിടിച്ചുകുലുക്കി പാഷാണ്ഡതയെ ഈ വിശുദ്ധൻ ജപമാല പ്രാർത്ഥന കൊണ്ട് തകർത്തു. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ നിങ്ങളോടെല്ലാം പറയാം, ഇന്ന് കേരളത്തിലെ സഭയ്ക്കെതിരായി, ലോകം മുഴുവൻ സഭയ്ക്കെതിരായി പാഞ്ഞടിക്കുമ്പോൾ 2 ആയുധമാണ് നമുക്കുള്ളത്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ദർശനം. സഭയാകുന്ന കപ്പൽ യാത്ര ചെയ്യുമ്പോൾ അനേക സെക്ട് ഗ്രൂപ്പുകൾ സഭയെ ആക്രമിക്കുന്നു. വൈദികരും സമർപ്പിതരും അൽമേനികൾ ഉൾപ്പെടെ സഭ വിട്ടുപോകുന്നു. ഈ സമയത്ത് അദ്ദേഹം നിലവിളിക്കുമ്പോൾ കടലിൽ 2 രൂപം, 2 തൂണ് പൊങ്ങുക. അതിലൊന്നാമത്തെ തൂണിൽ പരിശുദ്ധ അമ്മയുടെ വിമലകൃതി മരടിയിൽ എഴുതി വെച്ചു, ക്രിസ്ത്യാനികളുടെ സഹായം. രണ്ടാമത്തെ ഒരു തൂണിന്റെ മുകളിൽ വലിയ ദിവ്യകാരുണ്യം, ക്രിസ്ത്യാനികളുടെ രക്ഷ. ഈ 2 തൂണിലാണ് സഭ
കിട്ടിയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നും നിങ്ങൾ ദിവ്യകാരുണ്യത്തെയും പരിശുദ്ധ ജപമാലയെ മുറുകെ പിടിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയോ, ഈ പാഷാണ്ഡതകളെല്ലാം ഇല്ലായ്മയും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളിന്ന് കേട്ട വചനം സഭയ്ക്കെതിരെ നിങ്ങൾ ഓർക്കണം ദൈവമക്കളെ, എത്ര ശക്തമായിട്ടാണ് സാത്താൻ ആഞ്ഞടിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, സഭയ്ക്കെതിരെ ഒരൊറ്റ വിശുദ്ധര് പോലും സഭയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല. ഒരൊറ്റ വിശുദ്ധര്. അതാണ് ഞാൻ കാണുന്നത്. കത്തോലിക്ക സഭയിലെ ഇന്ന് വിശുദ്ധർ എത്ര പേരുണ്ട്? അവരാരും സഭയ്ക്ക് അവർ സഹിച്ചവരാ, സഭയെ സ്നേഹിച്ചവരാ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു നിമിഷം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് പിടിച്ച് സ്തുതിക്കട്ടെ. സക്തു ഗ്രൂപ്പുകൾ അഴിയട്ടെ. കേരള സഭയെ ദൈവം ഉണർത്താൻ പോവുക. അതിനായി ശുശ്രൂഷകളൊക്കെ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ശക്തു ഗ്രൂപ്പുകൾ തകരട്ടെ. വ്യാജ പ്രബോധനങ്ങൾ തകരട്ടെ. കള്ളപ്രവാചകന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാൻ ഒരു കാര്യം, നമ്മുടെ റാണി ചേച്ചിയുടെ സന്ദേശത്തിനൊട്ടുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് സ്വർഗം തെരഞ്ഞെടുത്ത ഒരു ചാനലാണല്ലോ ഷെക്കേന ചാനൽ. ദൈവമഹത്വം, ദൈവ സാന്നിധ്യം. പ്രത്യേകിച്ച് നമുക്ക് സഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ കാലയളവിൽ കർത്താവ് തന്ന സമ്മാനമാണ് ഈ ശുശ്രൂഷ, ഈ ചാനൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം ഇത് കേബിൾ നെറ്റ്വർക്കിലെല്ലാം ഉണ്ട്. പക്ഷെ DTH അനേകം സ്ഥലത്ത്, അനേകം ഗ്രാമങ്ങളിൽ DTH ആണുള്ളത്. പ്രത്യേകിച്ച് ടാറ്റ സ്കൈ, സൺ ഡയറക്റ്റ്, വീഡിയോകോൺ, ഡിഷ് TV, എയർടെൽ, അനേകം DTH ഇത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ അവരുടെ കോൾ സെൻറ്ററിൽ വിളിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഷെക്കന ടെലിവിഷൻ ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ആവശ്യപ്പെടണം. നമുക്കറിയാം ഇത് നമുക്കല്ലാതെ കിട്ടും. നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കത്തിലും പ്രയാസത്തിലുമാണ് ഈ ശുശ്രൂഷകൾ പോകുന്നത്. പണം കൊടുത്താൽ കിട്ടും, പക്ഷേ സ്വർഗം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല ഇവിടെ മൂലധനം. ഈശോ മാത്രം. പൂർണ്ണ ദൈവവിശ്വാസത്തിലാണ് ഈ ചാനൽ പോകുന്നത്. ദൈവ പരിപാലനയിലാണ്. ഒരു ചാനലിൽ ഒരു പരസ്യങ്ങളൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരന്തരം ആവശ്യപ്പെടണം. ഇതൊരു സുവിശേഷ വേല, ഡിമാൻഡ് ചെയ്യണം. ഇതൊരു സുവിശേഷ വേലയാ. നമുക്കറിയാം 40 ദിവസം, 40-ാം ദിവസമായി ഈ ശുശ്രൂഷകൾ ഇനി തുടങ്ങാൻ പോ. കരുണയുടെ ശുശ്രൂഷകൾ, വ്യാഴാഴ്ച ശുശ്രൂഷകൾ, 13-ാം തീയതി മരിയൻ ഡേ, സെക്കൻഡ് സാറ്റർഡേകളിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഇനി തുടങ്ങുക. ദൈവമക്കളെ, സഭയ്ക്കൊരു ശബ്ദം, സഭയ്ക്കൊരു മോഹം, അതാണ് ഈ ചാനൽ. അതുകൊണ്ട് ദൈവമക്കൾ ഇത് ഡിമാൻഡ് ചെയ്യണം. നിങ്ങളുടെ മൊബൈലിൽ ഇവിടുത്തെ നമ്പർ നിങ്ങൾ വിളിക്കണം. നിങ്ങൾ ഈ DTHകാരെ വിളിക്കണം. ഞങ്ങൾക്ക് ഷെക്കന ടെലിവിഷൻ വേണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ ആവശ്യപ്പെടണം, പ്രാർത്ഥിക്കണം. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ മാതാവിൻ്റെ സന്ദേശത്തിലേക്ക് നമുക്ക് കേൾക്കാം. 9-ാം ദിവസം സന്ദേശത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ വാത്സല്യഭാജനങ്ങളായ നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിലെല്ലാം ദൈവഹിതം തിരിച്ചറിയാനും ദൈവസ്നേഹത്തോട് ചേർന്ന് ജീവിക്കുവാനും നമ്മുടെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവീക നന്മയിലേക്ക് വളരാൻ ആഗ്രഹിച്ച് പരിശ്രമിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിച്ചിട്ടുള്ള അമ്മയുടെ ആഹ്വാനങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളോട് പറയുന്നത് ഈശോയുടെ ഇഷ്ടമാണെന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, അമ്മ നൽകുന്ന ആഹ്വാനങ്ങളെ സ്വീകരിക്കുവാൻ ആവശ്യമായ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങളിൽ നിറയ്ക്കണമേ. ത്രിയേക ദൈവമേ, കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം വഴി
ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം മനുഷ്യഹൃദയങ്ങളിൽ നിറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവേകി ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വിചാരങ്ങളിലും വികാരങ്ങളിലും ദൈവ തിരുമനസ് നിറയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എളിമയോടെ അമ്മ സംസാരിക്കുന്നത് എളിമയോടെ മക്കൾക്ക് സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2001 നവംബർ 2-ാം തീയതി പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ നാം ശ്രവിക്കുക. അമ്മ ലോകത്തിൽ ദൈവീക സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി നിരന്തരം ജപമാല ചൊല്ലിയും പരിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ചും പ്രാർത്ഥിക്കുവാൻ ഇന്നലെ നമ്മളോട് ആഹ്വാനം ചെയ്തു. ഇന്ന് അമ്മ പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ മഹത്തായ രഹസ്യത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മഹത്തായ രഹസ്യം അത് മാനുഷിക ബുദ്ധി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി സ്വീകരിക്കാൻ പറ്റുന്നതല്ല. പരിശുദ്ധ കുർബാനയ്ക്ക് മഹത്വമേറിയ രഹസ്യങ്ങളുണ്ട്. സഭയിലൂടെ നമുക്ക് പകർന്നു നൽകപ്പെടുന്നതും ഈ കാലഘട്ടങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങൾ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളിലൂടെ നമുക്ക് ലഭിക്കുന്നതൊക്കെ നമ്മുടെ അറിവിലൊതുക്കാതെ അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മഹത്തായ രഹസ്യത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവരാകാനായിട്ട്, ബോധ്യമുള്ളവരാകാനായിട്ട്, അനുഭവസ്ഥരായി മാറാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഓടിയണയുക. ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന, പ്രാർത്ഥനകളുടെ പ്രാർത്ഥന, നമ്മുടെ ഈശോ സജീവനായി ജീവിക്കുന്ന ദൈവമായിട്ട് എപ്പോഴും വാഴുന്ന ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടിയണയുക എന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. മക്കളെ ഓടിവാ എന്ന് സ്നേഹത്തോടെ അമ്മമാർ പറയാറില്ലേ? നമുക്ക് എന്തെങ്കിലും സമ്മാനവുമായിട്ടോ സന്തോഷം നിറഞ്ഞ എന്തെങ്കിലും കാര്യമായിട്ടോ അമ്മ വരുമ്പോൾ നമ്മളോട് പറയില്ലേ, മക്കളെ ഓടിവാ. അപ്പം നമുക്കറിയാം എന്തോ നമുക്ക് സന്തോഷം തരുന്ന ഒന്നുണ്ട് അമ്മയുടെ കയ്യിലെന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് അതുപോലെ നമുക്ക് തരാനുള്ള ഒന്നാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയുടെ അരികിലേക്ക് മക്കളെ ഓടിയണയുക എന്നാണ് അമ്മ പറയുന്നത്. ഒരിക്കലും അമ്മ മനുഷ്യരുടെ ശ്രദ്ധ, അമ്മയുടെ മക്കളുടെ ശ്രദ്ധ അമ്മയിലേക്ക് മാത്രം തിരിക്കുന്നില്ല. അമ്മയിലേക്ക് തിരിയുന്നവനെല്ലാം യേശുവിലേക്ക് തിരിക്കും അമ്മ. അതാണ് പരിശുദ്ധ അമ്മയുടെ ദൗത്യം. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഓടിയണയേണ്ടത് എവിടേക്കാണ്? ദിവ്യകാരുണ്യ സന്നിധിയിലേക്കാണ്. വിശുദ്ധാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിവ്യകാരുണ്യ ആരാധന ലോകമക്കളുടെ ഹൃദയങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. വിശുദ്ധ കുർബാനയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും നമുക്ക് ലഭിക്കുന്ന വലിയ സന്തോഷമുണ്ടല്ലോ, അത് ലോകത്തിൻ്റെ ഒന്നിനും നമുക്ക് തരാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പലപ്പോഴായി മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ദിവ്യ സക്രാരിക്ക് ചുറ്റും ദിവ്യകാരുണ്യ ആരാധകരുടെ പെരുമഴയുണ്ടാകട്ടെ എന്ന അമ്മ ആഗ്രഹിക്കുന്നതും നമ്മോട് പറയുന്നതും. ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവ്യ സക്രാരിക്ക് ചുറ്റും ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന മക്കളുടെ പെരുമഴയുണ്ടാകട്ടെ. അപ്പോൾ
ആ പെരുമഴയിൽ ദിവ്യകാരുണ്യനാഥനുമായിട്ടുള്ള സ്നേഹത്തിൽ മനുഷ്യമക്കൾ അവരുടെ ജീവിതം ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പല അനീതികളും അസമാധാനവും കെട്ടടങ്ങിപ്പോകും. അവിടെയാണ് സ്നേഹത്തിൻ്റെയും ആരാധനയുടെയും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും ഒക്കെ പെരുമഴയുണ്ടാകേണ്ടത്. ദേവാലയങ്ങളിൽ, ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഇടങ്ങളിൽ, വിശുദ്ധ കുർബാനയിൽ നമുക്കതിനായിട്ട് അണിചേരാം. വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യനാഥന് ചുറ്റും ഒരു പെരുമഴയായിട്ട് മനുഷ്യ മക്കളെല്ലാം ഒരേ വിശ്വാസത്തോടെ, ഒരേ സ്നേഹത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണതയിൽ, എല്ലാം പൂർണ്ണതയിലായിരുന്നു കൊണ്ട് ഒത്തുചേർന്നാൽ ഈ ലോകത്ത് നമുക്ക് സന്തോഷം അനുഭവിക്കുവാനും ദൈവിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും സാധിക്കും. അമ്മ പറയുന്നു, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് മക്കളെ ഓടിയണയുക. ഈ അമ്മ എപ്പോഴും അവിടെയുണ്ട്. അമ്മയ്ക്ക് യേശുവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അമ്മ യേശുവിന് ജന്മം നൽകാനായിട്ട് സമ്മതം മൂളിയ സമയം മുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് ആരാധനയായി മാറിയൊരമ്മയാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഉണ്ണിയേശുവിനെ ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ മുതൽ അമ്മ ആരാധിച്ചു. സത്യമായിട്ടും ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ലോകനാഥൻ രക്ഷകൻ എൻ്റെ ഉദരത്തിൽ വസിക്കുന്നു എന്നുള്ള ആ ചിന്ത അമ്മയ്ക്ക് ആരാധനയായിരുന്നു. അമ്മയുടെ ചിന്ത മുഴുവനും ദിവ്യകാരുണ്യ ആരാധനയായിരുന്നു. യേശു ലോകത്തിലേക്ക് പിറന്നിട്ട് കുരിശുമരണം പ്രാപിക്കുന്നോളവും കുരിശുമരണത്തിന് ശേഷവും ആ പൊന്നുണ്ണീശോയെ നോക്കിക്കൊണ്ട് ആരാധനയോടെ അമ്മ ജീവിച്ചു. തൻ്റെ തിരുക്കുമാരൻ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരും എന്നുള്ള ചിന്ത കുരിശുമരണത്തിൻ്റെ സമയത്തിൽ ആശ്വാസമായി അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ കുരിശുമരണത്തിൻ്റെ തലേന്നാൾ പെസഹ തിരുനാളിൻ്റെ അന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് യേശുനാഥൻ അപ്പമെടുത്ത് വാഴ്ത്തി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോഴും ആരാധനയുടെ അമ്മ ഭൂമിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് സ്വർഗത്തിൽ വാഴുന്നവനും ഭൂമിയിൽ നിറയുന്നവനുമായ ദിവ്യകാരുണ്യീശോയെ ആരാധിച്ചു. ആ ആരാധനയുടെ അമ്മ എല്ലാ ദേവാലയങ്ങളിലും ദിവ്യ സക്രാരിയുടെ അരികെ വിശുദ്ധ കുർബാന സമയത്ത് അൾത്താരയുടെ വലതുഭാഗത്ത് എപ്പോഴുമുണ്ട്. അമ്മയും ഈശോയും ഉള്ളിടത്തേക്ക് അമ്മ മക്കളെ വിളിക്കുക, മക്കളെ ഓടിയണയുക ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക്. ജപമാല ഭക്തി പ്രചരിപ്പിക്കുക. ജപമാല ഭക്തർ എന്തു ചോദിച്ചാലും അത് ലഭിക്കും. അമ്മയുടെ വാഗ്ദാനമാണ്. ജപമാല ഭക്തർ എന്തു ചോദിച്ചാലും അത് ലഭിക്കും. അതിനാണ് പറയുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടിയണയുക, ജപമാല ഭക്തരാകുക എന്ന്. ജപമാല ഭക്തരാകുക എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. വെറുതെ നമ്മുടെ കൈകളിലിരിക്കുന്ന ജപമാല എടുത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതല്ല. അതൊരു പ്രാർത്ഥനയാണ്. എന്നാൽ ഭക്തി, നമുക്ക് എപ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്? അത് സ്നേഹത്തിൽ നിറഞ്ഞതാകണം, അത് പരിശുദ്ധമാകണം, അത് നിഷ്കളങ്കമാകണം, അത് സ്വാർത്ഥതയെ അന്വേഷിക്കുന്നതാകരുത്. നിസ്വാർത്ഥമായ സ്നേഹം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ഒരു ഭക്തൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കുന്ന മക്കൾ എന്തു ചോദിച്ചാലും, ജപമാലയിലൂടെ എന്തു ചോദിച്ചാലും നൽകുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ ലോകത്ത് കാണുന്ന എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ലോകസുഖത്തിൻ്റെ പൂർണ്ണതയിൽ എത്തണമെന്ന മനുഷ്യൻ്റെ അജ്ഞതയാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ അജ്ഞത എന്താ? ലോകത്ത് കാണുന്ന എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്താ? ലോകസുഖത്തിൻ്റെ പൂർണ്ണതയിൽ എത്തണം.
അതാണ് മനുഷ്യൻ്റെ ആഗ്രഹം, അതാണ് മനുഷ്യൻ്റെ അജ്ഞത. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല അമ്മ ഈ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്ത് ദൈവത്തെ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്നവരുണ്ട്. ദൈവത്തെ മാത്രം ധ്യാനിച്ച് ജീവിക്കുക എന്നാൽ പലപ്പോഴും പലരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? സഭയുടെ നിയമങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാരമായിട്ട് എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ പിശാച് ചിലവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരു ചിന്ത കൊളുത്തിവിടുന്നുണ്ട്, നിനക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അതെന്തൊരു ചിന്തയാണ്, എങ്ങനെ മനുഷ്യൻ അങ്ങനെ ജീവിക്കും? പിന്നെ എന്തിനാ ദൈവ ലോകത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നത്? ഇതെല്ലാം ആസ്വദിക്കാനല്ലേ? പിശാച് അങ്ങനെ ഒരു ചിന്ത തരും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനുള്ള ആഗ്രഹം നമ്മിൽ ഉടലെടുക്കുന്നത് കൊണ്ട്, അങ്ങനെ ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നത് കൊണ്ട്, അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് അതൊരിക്കലും ക്ലേശപൂർണമോ മനുഷ്യ ജീവിതത്തിന് ഭാരമോ അല്ല. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലേശമാകുന്നതും ഭാരമാകുന്നത് എപ്പോഴാണെന്നോ, ദൈവീക വഴികളെ വിട്ട്, നന്മയുടെ വഴിയെ വിട്ട് തിന്മയിൽ ചരിച്ചുകൊണ്ട് ലോക സന്തോഷങ്ങളുടെ പൂർണ്ണത നേടണമെന്നുള്ളൊരു ആഗ്രഹം നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ദൈവീകമായ കാര്യങ്ങളെല്ലാം ഭാരമായി തോന്നുന്നത്. അല്ലാതെ തിന്മ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് പോലെ നമ്മൾ സന്തോഷിക്കരുതെന്നോ ആനന്ദിക്കരുതെന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. നമ്മളുടെ സന്തോഷവും ആനന്ദവുമാണ് ഈശോയുടെ ഇഷ്ടം. ഈശോ പൗലോസ് അപ്പസ്തോലനിലൂടെ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇപ്രകാരം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. സന്തോഷത്തിലൊരു പ്രാർത്ഥനയുണ്ട്. അത് വിശുദ്ധ സന്തോഷമാണെങ്കിൽ അവിടെ തിന്മയില്ല, അതിന് ഭാരമില്ല. അതുകൊണ്ട് ലോകസുഖത്തിൻ്റെ പൂർണ്ണതയിൽ എത്തണമെന്നുള്ളത് അജ്ഞതയാണ്. ദൈവീക സുഖത്തിൻ്റെ, സ്വർഗീയ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മളിലുള്ള അജ്ഞതയെ നീക്കിക്കളയാം. പരിപൂർണനായ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നില്ല. ലോകത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് മനുഷ്യൻ ഒരുമ്പെടുമ്പോൾ ദൈവീക ഹിതം നിറവേറ്റാൻ മനുഷ്യന് സാധിക്കുന്നില്ല. അതിന് ഒരു തയ്യാറെടുപ്പ് വേണം. അതാണ് ഈ ദിവസങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാശം ഒഴിവാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. അമ്മ അതിനുള്ള മാർഗം പറഞ്ഞു തരുന്നുണ്ട്. ഒരു മാർഗമേ ഉള്ളൂ, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. അപ്പോൾ മാനസാന്തരം എന്താണെന്ന് ഇതിനു മുൻപുള്ള സന്ദേശങ്ങളിലെല്ലാം അമ്മ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അമ്മ വീണ്ടും പറയുക, മാനസാന്തരം പാപിക്കും പരിശുദ്ധനും ആവശ്യമാണ്. ഇത് ഒരു നിമിഷം കൊണ്ട് ആരംഭിച്ചെന്ന് വരാം, എന്നാൽ അത് ഒരു ജീവിതം കൊണ്ടേ പൂർത്തീകരിക്കൂ. ഹല്ലേലൂയ. ഏതൊരു പാപിക്കും മാനസാന്തരം വേണം, ഏതൊരു പരിശുദ്ധനും മാനസാന്തരം വേണം. പരിശുദ്ധന് എന്താ മാനസാന്തരത്തിൻ്റെ ആവശ്യം? അമ്മ പറയുന്നു, പാപിക്ക് പരിശുദ്ധിയിലേക്കും പരിശുദ്ധന് ഉപരി പരിശുദ്ധിയിലേക്കും മാനസാന്തരപ്പെടേണ്ടതുണ്ട്. മാനസാന്തരത്തിൻ്റെ കൃപ നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് ഒരു പക്ഷെ ലഭിച്ചെന്നിരിക്കും. പക്ഷേ അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഒരു ജീവിതം കൊണ്ടാണ്. ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുന്നിടത്തോളം സമയവും ഉണ്ടായിരിക്കണം. അതൊരു തുടർ പ്രക്രിയയാണ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും ഒരു ദൈവാനുഭവം കിട്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അഴുക്കുചാലുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് പലതിനെയും നാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് കുറേ നാൾ നന്മയിൽ ജീവിച്ചിട്ട് വീണ്ടും നിരാശയും വിഷമങ്ങളും കഷ്ടതകളും രോഗങ്ങളൊക്കെ വരുമ്പോൾ നഷ്ടപ്പെടുത്തിയതിനെ, ഉപേക്ഷിച്ചതിനെ വീണ്ടെടുത്ത് അതിലേക്ക് വീണ്ടും കൂപ്പുകുത്തി വീഴുന്ന ജീവിതമാണെങ്കിൽ നിന്റെ മാനസാന്തരം അവിടെ അവസാനിച്ചു. അമ്മ പറയുന്നത്
അതൊരു ജീവിതം കൊണ്ട് പൂർത്തീകരിക്കേണ്ട സംഭവമാണ് കുഞ്ഞേ. നീ അതിൽ വളരണം, അതിൽ വളർന്ന് 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 പക്വത പ്രാപിക്കണം. പക്വതയേറിയ മാനസാന്തരത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ആരാണ് നിങ്ങൾക്ക് അനുകൂലമെന്നും പ്രതികൂലമെന്നും പരിഗണിക്കേണ്ട. നിന്ദ അപമാനങ്ങളുടെ മധ്യേ സമാധാനത്തിൽ കഴിയുക. എല്ലാവരും നമ്മളെ എല്ലാ കാര്യത്തിലും അംഗീകരിക്കണമെന്നും അനുകൂലിക്കണമെന്നും ഒരു നിർബന്ധവും നമുക്ക് പാടില്ല. കാരണം ദൈവം നിയോഗിച്ച മാർഗത്തിലൂടെ, ദൈവം നിയോഗിച്ച വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം ദൈവകൃപയിൽ മേൽക്കുമേൽ വളരേണ്ടതാണ്. അത് ഈ ലോകത്തിലെ ഒരു സൃഷ്ടിയായ മനുഷ്യൻ്റെ അനുകൂല പ്രതികൂലങ്ങൾക്ക് അടിമപ്പെട്ട് കൊടുക്കേണ്ടതല്ല. നമ്മൾ നോക്കേണ്ടത് നമ്മെ അംഗീകരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ്. മൗനമായി സഹിക്കാൻ അഭ്യസിക്കുക. അപ്പോൾ സമാധാനത്തിൽ കഴിയാൻ നമുക്കാകും. നമ്മുടെ പല സഹനങ്ങളും പരിശുദ്ധ അമ്മ ഇതിനു മുൻപ് പറഞ്ഞു തന്നില്ലേ, എച്ചിലാക്കാതെ സമർപ്പിക്കണമെന്ന്. നമ്മുടെ പല സഹനങ്ങളും നമുക്ക് മൗനമായിട്ട് സഹിക്കാൻ അഭ്യസിക്കണം. അതിനൊരു അഭ്യാസനം വേണം, അതിനൊരു പഠന കളരി വേണം, അതിനൊരു പ്രാക്ടീസ് വേണം. എന്നാലേ നമുക്കത് മൗനമായിട്ട് സഹിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞു കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, കൊച്ചു സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ വേവലാതിപ്പെട്ടു പോകും, കഷ്ടപ്പെട്ടു പോകും, വിഷമിച്ചു പോകും. അമ്മ പറയുന്നു, മക്കളെ, നിങ്ങളുടെ ജീവിത പഠനക്കളരിയിൽ ഒരു അധ്യായം നിങ്ങൾക്ക് ജീവിതത്തിൽ മെയിനായിട്ട് ഒരു മെയിൻ സബ്ജക്റ്റ് എടുക്കാന്നൊക്കെ പറയില്ലേ, ഡിഗ്രിക്കും PGക്കും ഒക്കെ പോകുന്നവർ മെയിനായിട്ട് സഹനത്തിൻ്റെ ഒരു വിഷയം അഭ്യസിക്കാൻ, മൗനമായി അഭ്യസിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എൻ്റെ തിരുക്കുമാരൻ്റെ സഹായം നിങ്ങളോടൊപ്പമുണ്ട്. മൗനമായിട്ട് സഹിച്ച, എല്ലാം പൂർത്തിയായി എന്ന് സഹന പൂർത്തീകരണത്തിൻ്റെ ഉദ്ഘോഷണം നടത്തിയ സത്യദൈവമായ യേശു നമ്മളോടൊപ്പമുണ്ട്. കുരിശിൻ്റെ സന്ദേശമാകണം നിങ്ങളുടെ സന്തോഷം. നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കുരിശ് ഒരു വിധിയല്ല, നിധിയാണ്. അമ്മ ഇവിടെ പറയാണ്, കുരിശിൻ്റെ സന്ദേശം. കുരിശ് നമുക്ക് പകർന്നു തരുന്ന സന്ദേശം എന്താ? കുരിശിനപ്പുറത്ത് രക്ഷയുണ്ട്, സഹനത്തിനപ്പുറത്തൊരു കിരീടമുണ്ട്, ദുഃഖവെള്ളിക്ക് അപ്പുറത്തൊരു ഈസ്റ്റർ ഉണ്ടെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. കുരിശ് ഒരു വിധിയല്ല, നിധിയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വിശുദ്ധാത്മാക്കളുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്നും ജീവിക്കുന്ന അനേക ജീവിത വിശുദ്ധരുടെ ജീവിതങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കുരിശ് ഒരു വിധിയല്ല, അത് നിധിയാണ്. എന്താണ് ആ നിധി? സ്വർഗം നേടിത്തരുന്ന നിധിയാണ് സഹനം. കുരിശിനേക്കാൾ ഭദ്രവും ഭേദവുമായ മറ്റൊരു വഴിയുമില്ലെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ വിശുദ്ധാത്മാക്കളുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കുരിശിനേക്കാൾ ഭദ്രവും ഭേദവുമായ മറ്റൊരു വഴി സ്വർഗത്തിലെത്താൻ ഇല്ല. അതാണ് കുരിശിൻ്റെ സന്ദേശം. ആ സന്ദേശം നമ്മുടെ സന്തോഷമാകണമെന്നാ പരിശുദ്ധ അമ്മ പറയുന്നേ. കുരിശിൻ്റെ സന്ദേശം ആകുലതകളും വ്യാകുലതകളും സഹനങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാത്തതല്ല ആ സന്ദേശം. അതെല്ലാം ഉണ്ടായിരിക്കെ യേശുവിൽ സന്തോഷിക്കുന്നതാണ്, ആനന്ദിക്കുന്നതാണ് ആ സന്ദേശം. ആ കുരിശിലെ സന്ദേശമായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം. കുരിശിലാണ് രക്ഷ, കുരിശിലാണ് സ്വർഗീയ മാധുര്യത്തിൻ്റെ പൂർത്തീകരണം. ആ പൂർത്തീകരണത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട്. ആ പൂർത്തീകരണം, സ്വർഗീയ മാധുര്യത്തിൻ്റെ പൂർത്തീകരണം മനുഷ്യർക്ക് ലഭിക്കാനാണ് യേശു കുരിശിലേറിയത്. മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട്
അതാണ് വഴി എന്ന് യേശു പഠിപ്പിച്ചു. വഴിയായ യേശു നമുക്കുള്ള വഴിയായിട്ട് നമ്മുടെ പാപങ്ങളൊക്കെ എല്ലാം പരിഹാരം ചെയ്ത് കുരിശിലേറിയെങ്കിൽ ആ കുരിശിലെ സന്ദേശം മനുഷ്യരുടെ സന്തോഷമാകണം. കുഞ്ഞുമക്കളെ, ഇത് പറഞ്ഞു തന്നിട്ട് അമ്മ വാത്സല്യത്തോടെ വിളിക്കുക, കുഞ്ഞുമക്കളെ, കുരിശ് എല്ലായിടത്തും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. എല്ലായിടത്തും കുരിശ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. കുരിശിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്കാകില്ല പ്രിയപ്പെട്ടവരെ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, എല്ലായിടത്തും ഒരു കുരിശിൻ്റെ അടയാളമുണ്ട്. കുരിശിന് വലിയ അർത്ഥമുണ്ട്. കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമ്മൾ തന്നെ കുരിശിൻ്റെ മുദ്രയാൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതത്തിൻ്റെ ആദ്യ ദിവസം തുടങ്ങുന്നു. നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണെന്ന് സ്വർഗം നമുക്ക് നൽകിയ ഉറപ്പാണ് കുരിശിൻ്റെ മുദ്രയിലൂടെ, മാമോദീസായിലൂടെ. തുടർന്ന് കുരിശുവര നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. നമ്മുടെ കുരിശുവരകളുടെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട കുരിശുകളും മനോഹരമാക്കി തീർക്കണം. നമ്മുടെ കുരിശ് ഭാരമുള്ളതാണ് എന്നും അത് വളരെയധികം ക്ലേശപൂർണമാണെന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന കുരിശുകൾക്കൊന്നും അർത്ഥമില്ലാതെയായി പോകും. കുരിശുവര ജീവിതത്തിൽ അർത്ഥപൂർണമാകണമെങ്കിൽ കുരിശുവരയുടെ മനോഹാരിത പരിപൂർണമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, കുരിശുവരയുടെ അന്തസത്ത എന്താണെന്ന് ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ, കുരിശു ചുമക്കുന്ന, സഹനം സ്വീകരിക്കുന്ന ഒരു മകനും മകളും ആ കുരിശിൻ്റെ മഹത്വം മനസ്സിലാക്കണം. കുരിശ് മാറ്റിവെച്ചിട്ട് കുരിശുവര മാത്രമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും സഹനങ്ങളും നമുക്ക് ഭാരമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ നിന്റെ സഹനത്തിൻ്റെ ഭാരം എത്ര വലുതാണോ അത്രയും കുരിശിലൂടെ ലഭിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ കൃപയുടെ വേരോട്ടം കൂടിക്കൊണ്ടിരിക്കുമെന്ന്. ഒരു കൊച്ചു ചെടി നമ്മൾ കുഴിച്ചിട്ട് ഒരു വിത്ത് കുഴിച്ചു, അത് ചെടിയായി വളരുമ്പോൾ അതിന് വേരുകളുണ്ടാകും. ആ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള വേര് എത്രമാത്രം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നുവോ ആ ആഴ്ന്നിറക്കത്തിൽ ആ വേര് ഭൂമിയിൽ ഏറ്റവും ഫലവത്തായിട്ട് പിടിച്ചു നിൽക്കാൻ, വളവും വെള്ളവും സ്വീകരിക്കാൻ ആ വേരിന് സാധിക്കണമെങ്കിൽ ഇടയ്ക്കൊക്കെ കാറ്റടിക്കണം. കാറ്റടിക്കുമ്പോൾ വേരൊന്ന് ഇളകും, പക്ഷെ ഇളകുന്ന വേര് വീണ്ടും ശക്തിപൂർവം മണ്ണിലെ പിടിച്ചു നിൽക്കും. അങ്ങനെ കാറ്റടിച്ചും മഴ കൊണ്ടും വെയിൽ കൊണ്ടും മഞ്ഞുകൊണ്ടും എല്ലാം വേരിന് ദൃഢത കിട്ടും. അതുപോലെയാണ് നമ്മൾ വഹിക്കുന്ന കുരിശിന്, സഹനത്തിന് ഭാരം കൂടുമ്പോൾ നമ്മൾ ദൈവത്തിൽ വേരൂന്നിയിരിക്കുന്ന മക്കളാണ്. ആ വേരുകൾക്ക് ഇളക്കം തട്ടും. സഹനങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ മനസ്സൊന്ന് പിടയും. ആ പിടച്ചിലെല്ലാം മൗനമായിട്ട് സഹിച്ചാൽ വേരോട്ടം കൂടും. ആഴ്ന്നിറങ്ങിയ ജീവിതത്തിൻ്റെ വേരോട്ടം കൂടും. നമ്മൾ തായ്തണ്ടായ യേശു ക്രിസ്തുവിനെ ഒന്നുകൂടെ നമ്മളെങ്ങനെ അള്ളിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ കുരിശുവരകൾ മനോഹരമായിരിക്കും. അതിൻ്റെ പൂർണ്ണതയിലെത്താൻ നമുക്ക് സാധിക്കും. അതിനാണ് ഈശോ നമുക്ക് കൊച്ചു കൊച്ചു സഹനങ്ങൾ തരുന്നേ. തായ്തണ്ടായ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, നല്ല ഉറപ്പുള്ള, നല്ല വേരുകളുള്ള മനുഷ്യമക്കളായിട്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ അതിനെ പുൽകുക, അല്ലാത്ത പക്ഷം അതിൻ്റെ ഭാരം വർദ്ധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ പുൽകിയാൽ ഭാരം കുറവായിരിക്കും, ലഘുവായിരിക്കും. സാത്താനാൽ വഞ്ചിതരായതുമൂലം ദൈവിക ആസൂത്രണത്തിന് പ്രത്യുത്തരിക്കാൻ തയ്യാറാകാത്ത താൻ തിരഞ്ഞെടുത്ത ഉപകരണങ്ങൾ മൂലം വിഷമങ്ങളും ഏറ്റുമുട്ടേണ്ട അവസരങ്ങളും വരുമ്പോൾ മക്കളെ ഭയപ്പെടരുത്. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. ഈ അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്.
കർത്താവ് തിരഞ്ഞെടുത്ത മക്കൾ വഴിയും നമുക്ക് പലപ്പോഴും സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, അമ്മ അത് ഉറപ്പിച്ചു തരുന്നു. സാത്താനാൽ വഞ്ചിതരായ മക്കൾ ദൈവിക ആസൂത്രണത്തിന് പ്രത്യുത്തരിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ, ദൈവിക തിരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചവരാൽ പോലും പാവപ്പെട്ടവരായ മക്കൾ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് ഞാൻ ഒത്തിരി പറയുന്നില്ല. ആ വിഷമങ്ങളും ഏറ്റുമുട്ടേണ്ട അവസരങ്ങളും വരുമ്പോൾ ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക. മനുഷ്യരിലല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ അപ്പോൾ ആശ്രയിക്കേണ്ടത്. പല വ്യക്തികളും പല സാഹചര്യങ്ങളും നമ്മളിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയം ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയില്ല. പക്ഷെ കർത്താവിനറിയാം. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയാലേ നമ്മുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ വളരൂ എന്ന് ദൈവം തിരിച്ചറിയുമ്പോൾ ഈശോ അതെല്ലാം പറിച്ചു മാറ്റും. മാനുഷിക ചിന്തയിൽ അത് വേദനാജനകമാണെങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, അങ്ങനെയൊക്കെ മാറപ്പെട്ടവരുണ്ട്, കർത്താവ് മാറ്റിയവരുണ്ട്, തെറ്റിദ്ധാരണകളിലൂടെ മാറിപ്പോയവരുണ്ട്. എന്നാൽ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് അതിലൂടെയെല്ലാം വിശ്വസിക്കാനും അംഗീകരിക്കാനും അല്പമെങ്കിലും വളരാനും അത് ഉപകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആരോടും വിഷമങ്ങളില്ല, മാറിപ്പോയവരോട് സങ്കടങ്ങളില്ല, ഒരു പരാതിയുമില്ല. പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ അനുവദിക്കപ്പെടുമ്പോൾ തിരിച്ചറിവില്ലാതെ നീ വിഷമിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു അനുഭവത്തിൽ പറഞ്ഞു, യേശുവിനെ നീ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഈശോ നിന്നെ വിശ്വസിക്കുന്നു എന്ന് നീ തിരിച്ചറിയാനായിട്ട് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അനുവദിക്കപ്പെടുന്ന സഹനങ്ങളുണ്ട്. പിശാച് പരമോന്നതന്റെ സന്നിധിയിൽ പരാതിയുമായിട്ട് ചെന്നിരിക്കുക എന്ന അമ്മ അന്ന് പറഞ്ഞു തന്നത്. പിശാച് നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ, പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുമ്പോൾ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ പോകും എന്നൊരു ആഗ്രഹം അവനുണ്ട്. ദൈവസന്നിധിയിൽ ഉണർത്തിച്ചിട്ട് നമുക്ക് വേണ്ടി പോർവിളി നടത്തുന്ന പിശാചിന്റെ സ്വഭാവത്തിന് നേരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് അവഗണിക്കേണ്ടതിനെ അവഗണിച്ചുകൊണ്ട്, തിന്മ നിലനിൽക്കുന്നു, തിന്മയിൽ വീണുപോകും, തിന്മ വളരുമെന്നിൽ, ഞാൻ ഇങ്ങനെ പോയാൽ, ആ കൂട്ടുകെട്ടിൽ പോയാൽ, ആ ചിന്തകളിൽ പോയാൽ, ആ വ്യക്തികളുടെ കൂടെ പോയാൽ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മയായിട്ടുള്ളതിനെ എത്ര വേദനാജനകമെന്ന് മനുഷ്യബുദ്ധിയാ തോന്നിയാലും അതിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ദൈവിക പരിഗണനയിലേക്ക് വരുന്നതും ഒരു സഹനമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പറയുന്നു, ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക, ഈ അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്. മക്കളെ, മതമർദ്ദനം ഇനി ഏറെയുണ്ടാകും. എവിടെയും സമാധാനമില്ലാത്ത അവസ്ഥ വരും. ഈ കാലയളവിൽ സുവിശേഷത്തെ ഒറ്റിക്കൊടുത്ത് നടത്തുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും അതനുസരിച്ച് മക്കൾ ജീവിക്കുകയും ചെയ്യുന്നു. മതമർദ്ദനം ഏറെയുണ്ടാകും. അമ്മ പറഞ്ഞിട്ടുള്ളതാണ്, സമാധാനമില്ലാത്ത അവസ്ഥ ലോകത്ത് സൃഷ്ടിക്കപ്പെടും. ഈ കാലയളവിലൊക്കെ സുവിശേഷത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് കേൾവിക്ക് ഇമ്പകരമായതും മനുഷ്യനെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് നയിക്കുന്നതും എന്നാൽ സുവിശേഷ പ്രഘോഷണങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്നതുമായിട്ടുള്ള അനേക പ്രസംഗങ്ങൾ നടക്കും. കേൾവിക്കാർ അത് ഇമ്പമോടെ ശ്രവിക്കുമായിരിക്കാം. ചിലവരുടെ പ്രസംഗങ്ങളെല്ലാം ദുഷിപ്പിക്കുന്നതും ദൈവനിന്ദ കലർന്നതും മനുഷ്യമക്കളെ ഭയപ്പെടുത്തുന്നതുമായിരിക്കും. എന്നാൽ അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ കാലത്ത് കള്ളപ്രവാചകരുടെ പ്രവാഹം എൻ്റെ വിശ്വസ്തരായ മക്കളിൽ ഭൂരിഭാഗത്തിനും അവ്യക്തതയും ചിന്താക്കുഴപ്പവും ഉണ്ടാക്കിയിരിക്കുന്നു. മക്കളെ ഓർക്കുക, ദൈവത്തെ മാറ്റി നിർത്തി പരിഹാര മാർഗങ്ങൾ തേടുന്നവർ മരീചികയിൽ വെള്ളം അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാം, നമ്മൾ എവിടെയാണ്? നമ്മൾ മരീചികയിൽ വെള്ളം അന്വേഷിക്കുന്നുണ്ടോ? വരണ്ട ഭൂമിയിൽ ജലാശയങ്ങൾ തുറക്കാൻ കഴിവുള്ള കർത്താവിനെയാണോ നാം തേടുന്നത്? അല്ലെങ്കിൽ കള്ളപ്രവാചകരുടെ പ്രവാഹത്തിൽ വിശ്വസ്തരായ മക്കൾ വീണുപോകുന്നുണ്ടോ?
പ്രവചനങ്ങൾ ഏറും തോറും പ്രവാചകരുടെ പിന്നാലെയുള്ള മനുഷ്യമക്കളുടെ പ്രവാഹം കൂടുന്നുണ്ടോ? കള്ളനാണയങ്ങളെ തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് വേണം. വിവേകത്തിൻ്റെയും വിവേചനത്തിൻ്റെയും, ദൈവത്തിലേക്ക് അടുപ്പിക്കാത്ത, സ്വർഗത്തെ നോക്കാൻ പ്രേരിപ്പിക്കാത്ത ഒരു പ്രഘോഷണങ്ങളെയും സ്വീകരിക്കാതിരിക്കുവാനും, ആത്മീയ നിറവോടുകൂടെ തിരിച്ചറിവോടുകൂടെ കള്ളത്തരങ്ങളെ തിരിച്ചറിഞ്ഞ് സുവിശേഷ ഭാഗ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള അനുഗ്രഹം നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും നിറഞ്ഞ് ഞങ്ങളെ ആത്മീയ ഉണർവുള്ളവരാക്കി, നിറവുള്ളവരാക്കി, വിവേകമുള്ളവരാക്കി, വിവേചനമുള്ളവരാക്കി, മൗനമായി സഹിച്ച് ദൈവിക വഴികളെ പിന്തുടർന്ന് കുരിശിൻ്റെ മനോഹാരിത അനുഭവിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പകർന്നു തരണമേ. പരിശുദ്ധ അമ്മേ, പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുങ്ങി പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഗാനത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കുന്ന ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ചേർത്ത് പാടാം. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, ആരാധന ഈശോയെ. യേശുനാഥ അങ്ങേക്ക് ആരാധന, ആരാധന ഈശോയെ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കാമോ? യേശുനാഥ അങ്ങേക്ക് ആരാധന. ഈശോയെ, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്ക് ആരാധന. ചേർന്ന് പാടാം. തിരുസന്നിധിയിൽ ഇന്നു ഓ ഈശോയെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ലോകം മുഴുവൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. കരങ്ങൾ വീശി സകല വിശുദ്ധരോട് ചേർന്ന്, അമ്മ മാതാവിനോട് ചേർന്ന്, പിതാവിനോട് ചേർന്ന്, തോമാശ്ലീഹായോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് ആരാധിക്കട്ടെ. ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹോശാന. കരങ്ങൾ വീശി സ്വർഗത്തിന്റെ കൃപ ഇറങ്ങട്ടെ, ദിവ്യകാരുണ്യ അഭിഷേകം ഇറങ്ങട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ നാഥ, സ്നേഹമുള്ള ഈശോയെ, സഭയെ തകർക്കാൻ, സത്യവചനത്തിനെതിരായി വ്യാജ പ്രബോധന കോട്ടകൾ തകർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്താം. കേരള സഭയെ തകർക്കാൻ, ഭാരത സഭയെ തകർക്കാൻ, ആഗോള സഭയെ തകർക്കാൻ പിശാച് പ്രവർത്തിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. സഭയ്ക്കെതിരെ, സഭാ പഠനത്തിനെതിരെ തിരുവചനങ്ങളെ വളച്ചൊടിക്കുന്ന, സഭയുടെ പ്രബോധനത്തെ വളച്ചൊടിക്കുന്ന, സഭാ നേതൃത്വത്തിന് നിലകൊള്ളുന്ന, മരിയ ഭക്തിയെ വിലങ്കനമാക്കുന്ന, ദിവ്യകാരുണ്യ ഭക്തി വികലമാക്കുന്ന, വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന എല്ലാ മേഖലകളുടെ മേലും കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന. പരിശുദ്ധ കുർബാനയ്ക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. കേരള സഭയെ, ദൈവമക്കളെ, സഭാ മക്കളെ വഴിതെറ്റിക്കുന്ന അടയാളത്തിന്റെ, വ്യാജ പ്രബോധനത്തിന്റെ കപടാത്മാക്കള്, പൈശാചിക ശക്തികള് യേശു നാമത്തിൽ ഇപ്പൊ തന്നെ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കുക. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്ന് വിളിക്കുക. ഓ, കപടത്തിന്റെ ആത്മാവിനെ അഴിക്കണമേ, പൈശാചിക പീഡകൾ അഴിക്കണമേ, തിന്മയുടെ ദുർക്കെട്ടുകൾ അഴിക്കണമേ, ശക്തി കോട്ടകൾ തകർക്കണമേ, സാത്താൻ സിനഗോഗുകൾ തകർക്കണമേ, സഭയെ തകർക്കാൻ, സഭാമക്കളെ തകർക്കാൻ, വിശ്വാസികളെ തകർക്കാൻ, വിശ്വാസികളെ മോഷ്ടിക്കാൻ വരുന്ന കപടാത്മാക്കളെ ദിവ്യകാരുണ്യ ശക്തിയാൽ, ദിവ്യകാരുണ്യ ശക്തിയാൽ അഴിയട്ടെ, 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 അഴിയട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പോരാ, പോരാ, എല്ലാവരും സ്തുതിക്കട്ടെ. കരമുയർത്തി സ്തുതിക്കണം. ദേശത്ത് നിലകൊള്ളുന്ന സഭാവിരുദ്ധ ശക്തികൾ സഭയ്ക്ക് പുറത്തും സഭയ്ക്കകത്തും ഒളിഞ്ഞും തെളിഞ്ഞും സഭയ്ക്കെതിരായി നിലകൊള്ളുന്ന മാധ്യമങ്ങളിലൂടെ, വ്യക്തികളിലൂടെ വീടുകളിലേക്ക് കടന്നു വരുന്ന സഭയുടെ വ്യാജ പ്രബോധകന്മാർ, ചെന്നായ് കൂട്ടങ്ങള്, ആട്ടിൻതോലണിഞ്ഞ ചെന്നായ് കൂട്ടങ്ങളുടെ കപട സിദ്ധാന്തങ്ങൾ അഴിയട്ടെ. പരിശുദ്ധ പിതാവിനെതിരായി, മാർപ്പാപ്പയ്ക്കെതിരായി, സഭയുടെ പ്രബോധനത്തിനെതിരായി, 2000 വർഷത്തെ സഭയുടെ ലൈംഗിക പാരമ്പര്യത്തിനെതിരായി, സഭാ പഠനത്തിനെതിരായി നടക്കുന്ന പൈശാചിക കോട്ടകൾ തകരട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം, സ്തുതിക്കണം, സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. കരങ്ങളടിച്ച്, എല്ലാ മക്കളും കരങ്ങളടിച്ച് വിശ്വാസത്തോടെ കരമടിക്കണം. എസെക്കിയേൽ 21:14 മനുഷ്യപുത്ര നീ കൈകൊട്ടുക, സംഹാര ഖഡ്ഗം അവരുടെ പതികട്ടെ. കരമടിച്ച് ആടിപ്പാടി ആരാധിക്കണം. ഇത് സഭയുടെ കൂട്ടായ്മയില, ഈ പരിശുദ്ധ കുർബാന പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയില. ദൈവമക്കൾ ഓർക്കണം, ഈ ആരാധന ഇവിടെ മാത്രമല്ല, ലോകത്ത് എല്ലാ ദേവാലയങ്ങളിലും സക്രാരിയിൽ അതാ ഇരിക്കുന്ന ഈശോയോടും സ്വർഗത്തിലെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും സഭാപിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ നമ്മൾ തൃത്വത്തെ ആരാധിക്കാൻ പോവുക. കൈയടിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തിയോടെ, ശക്തിയോടെ. നിത്യപിതാവേ ആരാധന, ആരാധന. നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, ആരാധന. നിതാന്ത സ്നേഹമേ ആരാധന, നിത്യപിതാവേ, നിത്യപിതാവേ ആരാധന, ആരാധന. നിത്യസത്യമേ ആരാധന, ആരാധിക്കുന്ന കർത്താവേ, ആത്മാവേ ആരാധന, യേശുവേ, നിതാന്ത സ്നേഹമേ ആരാധന. ഇരുവശത്തേക്ക് കൈയടിച്ച് ആരാധന, അങ്ങേയ്ക്ക് ആരാധന, കരങ്ങൾ വീശിപ്പാടാം. ആരാധന, അങ്ങേയ്ക്ക് ആരാധന, ആടിപ്പാടി ആരാധന. ഓ ദിവ്യകാരുണ്യമേ, സത്യസഭയുടെ സൗഭാഗ്യമേ, ആരാധന, അങ്ങേയ്ക്ക് ആരാധന, സഭയിൽ വാഴുന്നവനെ, അങ്ങേയ്ക്ക് ആരാധന, ആമേൻ. ആരാധന, ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്നവരുടെ മുമ്പിൽ, ആരാധന, പരിശുദ്ധ സഭയെ അവഹേളിക്കുന്നവരുടെ മുമ്പിൽ ആരാധിച്ചുകൊണ്ട് ശക്തിയോടെ ആരാധിക്കട്ടെ. ദൈവമക്കളെ, കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. തെറ്റിദ്ധാരണകളുടെ ആത്മാവ്, കപടയുടെ ആത്മാവ്, തെറ്റായ പഠനത്തിന്റെ ആത്മാവ്, സഭാവിരുദ്ധതയുടെ ആത്മാവ്, വചന വ്യാഖ്യാനത്തിന്റെ വളച്ചൊടിക്കലിന്റെ ആത്മാവിനെ ഈ രാത്രി അഴിയട്ടെ. ശക്തിയോടെ കരമടിച്ച് ആടിപ്പാടി നമുക്ക് ആരാധിക്കാം. ഓ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ കൂദാശയെ, കൂദാശകൾ കൂദാശയെ ആരാധിക്കുന്നു. വിശ്വാസികളുടെ പാലകനെ യേശുവേ, ആരാധിച്ചിടുവിൻ. വിശ്വാസികളുടെ തിരുവചസേകും പൊൻപ്രഭയെ ആമേൻ. ആരാധിച്ചിടുവിൻ. ചേർന്ന് പാടാം. വിശ്വാസികളുടെ പാലകനെ കർത്താവേ, ആരാധിച്ചിടുവിൻ. യേശുവേ, തിരുവചസേകും പൊൻപ്രഭയെ ആരാധിച്ചിടുവിൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് അവനല്ലോ ഏകരക്ഷകൻ, ഏകരക്ഷകൻ, അവനല്ലോ അവനാണ് ഏകനാഥൻ, അവനല്ലോ ജീവദായകൻ, യേശുവേ, അവനല്ലോ തിരുവോസ്തിരൂപൻ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ലൈംഗിക അധികാരം മത്തായി സുവിശേഷം 16:17-18 പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എന്ന സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുത്തില്ല. ഈ ലൈംഗിക അധികാരത്തിന്റെ അഭിഷേകം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ആലഞ്ചേരി പിതാവിനോടും സീറോ മലബാർ സഭയിലെ മലങ്കൽ ലാറ്റിൻ ആഗോള സഭയുടെ എല്ലാ പിതാക്കന്മാരോടും കർത്താവേ, പ്രിയപ്പെട്ട വൈദികരോട് വികാരിയച്ഛനോടും എല്ലാ വൈദികരോടും താഴത്തെ പിതാവിനോട് ചേർന്ന് കർത്താവേ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പത്രോസ്ലിഹായോട് ചേർന്ന്, പൗലോസ്ലിഹായോട് ചേർന്ന്, യാക്കോസ്ലിഹായോട് ചേർന്ന്, തോമാസ്ലിഹായോട് ചേർന്ന്, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആത്മായ വിശുദ്ധനായ തോമസ് മൂറിനോട് ചേർന്ന്, ജോൺ ഫിഷറിനോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ഈശോയെ, കേരള സഭയെ, ഭാരത സഭയെ, ആഗോള സഭയെ തകർക്കാൻ വരുന്ന യൂണിവേഴ്സലിസം, പ്രൂഡനിസം, സെക്കുലർ ചിന്തകൾ, കർത്താവേ സഭാവിരുദ്ധ ചിന്തകള്, തെറ്റായ പഠനങ്ങള്, അബദ്ധ മരിയൻ പ്രബോധനങ്ങള്, തെറ്റായ മരിയൻ പഠനങ്ങള്, തെറ്റായ ശക്തി ഗ്രൂപ്പുകള്, സഭാവിരുദ്ധ ശക്തികൾ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ അഴിയട്ടെ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, ഈശോയെ, ഈശോയെ എന്ന് വിളിക്കണം, ഈശോയെ എന്ന് വിളിക്കണം, ഈശോയെ എന്ന് വിളിക്കണം, ഈശോയെ എന്ന് വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. കർത്താവേ, പരിശുദ്ധ സഭയ്ക്കെതിരായി, സഭയുടെ പ്രബോധനത്തിനെതിരായി, തിരുവചനത്തിനെതിരായി കടന്നുകൂടുന്ന വ്യാജ പ്രബോധനങ്ങൾ, കള്ള പ്രവാചകന്മാർ പരിശുദ്ധ അമ്മയുടെ പേര് പറഞ്ഞ്, ദിവ്യകാരണത്തിന്റെ പേര് പറഞ്ഞ് സഭയ്ക്കെതിരെ സംസാരിക്കുന്ന സകല ശക്തി ഗ്രൂപ്പുകളും യേശുനാമത്തിൽ സഭയുടെ അധികാര ശക്തിയാൽ പരിശുദ്ധ സഭയോട് ചേർന്ന്, മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിൽ നിന്ന് അഭിവന്ദ്യ വൈദികരോട് ചേർന്ന് സഭയുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഒരു നിമിഷം, യേശുവേ, 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 സഭാവിരുദ്ധ ശക്തികളെ കെട്ടുക അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. ഈ രാത്രി അടിയട്ടെ. വ്യാജ പ്രബോധനങ്ങൾ, അനേകം പേരുടെ മനസ്സിനെ പിടിച്ചു വിളിക്കുന്ന വ്യാജ പ്രബോധന കെട്ടുകൾ അടിയട്ടെ. കരങ്ങൾ രണ്ടും ദൈവമക്കളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ഒരു നിമിഷം നമ്മളൊന്ന് കണ്ണടച്ച്, പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ തീരുമാനമെടുക്കണം. തീരുമാനം ഇതാണ്: എൻ്റെ കർത്താവിൻ്റെ സഭയ്ക്കാണ് വചനം കിട്ടിയത്. സഭയ്ക്കാണ് 14 നൂറ്റാണ്ട് വരെ സഭയുടെ കയ്യിലായിരുന്നു ബൈബിൾ. സഭയ്ക്കാണ് ഇത് വ്യാഖ്യാനിക്കാനുള്ള അധികാരം. പ്രിയപ്പെട്ടവരെ, AD 50-96 കാലഘട്ടത്തിലാണ് ബൈബിൾ ലിഖിത രൂപത്തിലായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയ്ക്കാണ് വചനം വ്യാഖ്യാനിക്കാനുള്ള അധികാരം. രണ്ട്, സഭയുടെ പ്രബോധനം. ഒന്ന്, പരിശുദ്ധ വചനം. രണ്ട്, സഭയുടെ പ്രബോധനം. മൂന്ന്, സഭയുടെ പാരമ്പര്യം. ഇതിലാണ് നമ്മൾ അഭിഷേകം ഇരിക്കുന്നത്. ഈ കൂട്ടായ്മയാണ് നിലനിൽക്കേണ്ടത്. തീരുമാനമെടുക്കണം. വചനം, സഭയുടെ പ്രബോധനം. മൂന്ന്, എൻ്റെ സഭയെ ഞാൻ സ്നേഹിക്കും. തീരുമാനമെടുക്കണം സഭയ്ക്കെതിരായി. അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഡയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: മോളെ, ലോകം മുഴുവൻ വ്യാജ പ്രബോധകന്മാരും കള്ള പ്രബോധകരും മറന്നിരിക്കുന്നു. അവരെന്റെ പേര് പറഞ്ഞാ വരുന്നത്. എന്നിട്ട് മാതാവ് പറയുക, നീ സഭയുടെ ഇടയന്മാരെ ശ്രദ്ധിക്കണം, സഭയുടെ പ്രബോധനങ്ങളെ ശ്രദ്ധിക്കണം. പരിശുദ്ധി അമ്മ പറയുക, എന്റെ പേര് പറഞ്ഞാ വരുന്നത്. സഭയുടെ പ്രബോധനങ്ങളെ, സഭയുടെ അധികാരത്തിന് കീഴ്പ്പെടണം. എൻ്റെ ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധരെല്ലാതാ ചെയ്തത്. ഇവിടെ തീരുമാനമെടുക്കണം. എൻ്റെ ഭവനത്തിൽ സഭയ്ക്കെതിരെ സംസാരിക്കില്ല. പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ കൂദാശയോടും പരിശുദ്ധ തൃത്വത്തോടൊപ്പം തന്നെ ഈ സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ എഫെസസ് 1:23 സഭ അവന്റെ ശരീരമാ. ആ ശരീരമായ സഭയെ ഞാൻ സ്നേഹിക്കും. ഈ സഭയിലല്ലേ പരിശുദ്ധ കുർബാന, ഈ സഭയിലല്ലേ പൗരോഹിത്യം, ഈ സഭയിലല്ലേ പാപമോചന അധികാരമുള്ള കുമ്പസാരം,
ഈ സഭയ്ക്കല്ല ശുദ്ധീകരണ സ്ഥലത്തിന് വെളിപ്പെടുത്തലുള്ളത്. ഈ സഭയ്ക്കല്ല വിശുദ്ധരുള്ളത്. ഈ സഭയ്ക്കല്ല രക്തസാക്ഷി. ശ്രദ്ധിക്കണം മക്കളെ, മദർ തെരേസായും അൽഫോൺസാമയും ചാവറയച്ചനും അതുപോലെ തന്നെ പ്രതി ലൂയിസ് മോൺഫോർട്ടും അസീസിയിലെ ഫ്രാൻസിസും വേദപാരംഗതയിലെ അക്വനസും അമ്മത്രസ്യായും ഉൾപ്പെട്ട സഭയിൽ നിന്ന് നിന്നെ പുറത്തേക്ക് വിളിക്കുന്നത് പിശാചാ. പരിശുദ്ധ സഭയിലാ വിശുദ്ധരുള്ളത്. അവര് സഭയെ സ്നേഹിച്ചവരാ. അവരുൾപ്പെട്ട സഭയിൽ നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിശാചാ. അതുകൊണ്ട് തീരുമാനമെടുക്കട്ടെ, ഞാൻ സഭയെ സ്നേഹിക്കും, സഭയെ അനുസരിക്കും, സഭാപ്രതോങ്ങളോട് ചേർന്ന് വചനത്തിൽ ഉറച്ചു നിൽക്കും. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിന് ഒരുക്കുമ്പോൾ ഒരു നിമിഷം കൂടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ദേശത്ത് കുടുംബങ്ങളിൽ തെറ്റിദ്ധാരണകൾ യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, മാധ്യമങ്ങളിലൂടെ, ലീഫ്ലെറ്റിലൂടെ പരിശുദ്ധ അമ്മയുടെ പേര് പറഞ്ഞ് സഭാവിരുദ്ധ പഠനങ്ങൾ കൊണ്ടിരുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. വേറൊന്നുമില്ല, നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി സാത്താൻ അവരെ ബന്ധിച്ചിട്ടിരിക്കുക. ദൈവമക്കളെ, പരിശുദ്ധ കുർബാന മാത്രം പോരാ, പരിശുദ്ധ അമ്മ മാത്രം പോരാ, പരിശുദ്ധ സഭയും. ഇത് 3 പ്രധാനപ്പെട്ടതാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പണിതുയർത്തിയ തിരുസഭയെ ആമേൻ. കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. നമുക്ക് മുട്ടമേ നിന്ന് സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലംകൃതയായി നിൽപ്പു തിരുസഭ മാതാവേ. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച മാർപ്പാപ്പയ്ക്ക് വേണ്ടി, ഇപ്പോൾ നടക്കുന്ന സിനഡിന് വേണ്ടി, സീറോ മലബാർ സഭയുടെ സിനഡിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവാലംകൃതയായി നിൽപ്പു തിരുസഭ മാതാവേ. സർവാലംകൃതയായി നിൽപ്പു തിരുസഭ ഒരു നിമിഷം മാതാവേ. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ മാലാഖമാര് പഠിപ്പിച്ച പ്രാർത്ഥന, ഫാത്തിമയിലെ കുട്ടികളെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ചേർന്ന് പാടാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരി. അബദ്ധ പ്രബോധനങ്ങൾ അഴിയട്ടെ. നിർമ്മലരായി സത്യത്തിന്റെ പ്രവാചകർ സഭയിൽ എഴുന്നേൽക്കട്ടെ. ചിന്തണമേ ദിവ്യവരം. കരങ്ങൾ 2 ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയേ എന്ന് വിളിക്കട്ടെ. ശക്തി കേന്ദ്രങ്ങൾ തകരട്ടെ. സഭാവിരുദ്ധ ശക്തികൾ അഴിയട്ടെ. വ്യാജ പ്രബോധന കേന്ദ്രങ്ങൾ തകരട്ടെ. കപടാത്മാക്കൾ അഴിയട്ടെ. കള്ള പ്രവാചക കൂട്ടങ്ങൾ അഴിയട്ടെ. സത്യപ്രവാചകരും സത്യപ്രബോധകരെയും കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. സത്യപ്രബോധനം എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഈശോയേ. മക്കളെ തരിക, സർവവും എടുത്തുകൊള്ളുക. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.